Praise Jesus. Listen, brother. Preeti Prince, Verghese Abraham, praise God. Once again, thank God for this beautiful evening. നമ്മൾ ഒരിക്കൽ കൂടെ ഹൊറർ തിയോളജിയിൽ നിന്ന് ഹാപ്പി തിയോളജിയിലേക്ക് പോവുകയാണ്. മോൻഷ, പ്രൈസ് ഗോഡ്. തോംസൺ, ബാസ്റ്റ്യൻ, very very nice to meet you brothers again. Minu, Joseph, wonderful. Minu, Reggie, thank you for joining. Grace, Renusan, wow. Okay, anyway, നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ ഇനി ഞാൻ അങ്ങോട്ടുള്ള പഠനങ്ങൾ 13 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ മൃഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബീസ്റ്റിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പം ഞാൻ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് നമ്മളങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി കുറച്ച് ക്ലാസ്സുകൾ എടുക്കാൻ പോകും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുപക്ഷെ ഇതര എസ്കറ്റോളജിക്കൽ ആളുകൾ പഠിപ്പിക്കുന്നതിലേക്കൊക്കെ വ്യത്യസ്തമായിട്ട് തിരുവെഴുത്തുകളെ ആധാരമാക്കി ബൈബിളിൻ്റെ സപ്പോർട്ടിൽ, ചരിത്രത്തിൻ്റെ സപ്പോർട്ടിൽ റൈറ്റ്ലി തിരുവെഴുത്തുകളെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുവാനായിട്ട് പോവുകയാണ്. നിശ്ചയമായിട്ടും ഈ ലൈവ് മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ മുതൽ മൃഗം, കള്ളപ്രവാചകൻ എന്നുള്ളതായ കുറച്ച് പേഴ്സൺസിനെ, ഫിഗറുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ 11-ാം അധ്യായത്തിൽ, അതായത് വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൽ 2 സാക്ഷികളെ മൃഗം കൊല്ലുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ആദ്യമായിട്ട് മൃഗത്തെ നമ്മൾ കാണുന്നത് 11-ാം അധ്യായത്തിലാണ്. അപ്പം നമ്മൾ ഈ തിരുവെഴുത്തുകൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പഠിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു പഠനം ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇനി അങ്ങോട്ടുള്ള പഠനത്തിൽ ദാനിയേലിൻ്റെ പ്രവചനം, ആ പുസ്തകത്തെയും കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ചിന്ത, വെളിപ്പാട് പുസ്തകത്തിൽ മൃഗം എന്ന് പറയുന്നത് നീറോയാണ് എന്നുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. അത് പ്രിട്രിസ്റ്റിക് വ്യൂവിൽ വ്യാഖ്യാനിക്കുന്നവരും ഐഡിയലിസ്റ്റിക് വ്യൂവിൽ വ്യാഖ്യാനിക്കുന്നവരും ഹിസ്റ്റോറിക്കൽ വ്യൂവിൽ വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നവരും ഒക്കെ ആ മൃഗം റോമാണ് എന്ന് സ്ഥാപിക്കും. അപ്പം ന്യൂറോൺ കൈസർ എന്ന വേർഡ് എബ്രായിക്ക് ന്യൂമറോളജിയിൽ 666 എന്ന് വരുന്നുണ്ട് എന്നുള്ള പഠനങ്ങളും ഉണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ റോമുമായിട്ട് ചേർത്ത് വായിച്ചാൽ, അല്ലെങ്കിൽ അത് റോമാണ് എന്ന് വായിച്ചാൽ, നമുക്കൊരിക്കലും ചരിത്രപരമായിട്ട് വചനപരമായിട്ട് അതിനെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഈ റോമാണ് ഈ മൃഗമെങ്കിൽ, കൈസറാണ് ആ മൃഗമെങ്കിൽ, നമുക്ക് അങ്ങോട്ടുള്ള തിരുവെഴുത്തുകൾക്ക് ഒരിക്കലും നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും പ്രശ്നക്കാരായ കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്. ഇവരെ നമ്മൾ ഒന്ന് പഠിച്ചു പോകാനാണ് ആരംഭിക്കുന്നത്. ഒരു വലിയ പ്രയത്നമാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു എന്തു പറയുന്നതിന് ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ ഈ വേദപുസ്തകത്തിൽ വേറെ ഏതെങ്കിലും ഭാഗമൊക്കെ നമുക്ക് വിശദീകരിക്കാനായിട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ ഇതൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, പക്ഷേ ഇത് പഠിച്ചാൽ നമ്മുടെ ലൈഫിന് ഒരുപാട് പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് ഈ കാലത്ത് ഒത്തിരി ആവശ്യമുള്ള ഒരു ദൂതായതുകൊണ്ടാണ് ഞാനിത് റിസ്ക് എന്ന വാക്കാന്നല്ല, റിസ്ക് എടുത്ത് ഇത് നിങ്ങളുടെ അടുക്ക കൊണ്ടുവരുന്നത്.
ഒത്തിരി പേർക്ക് ഇത് അനുഗ്രഹമാവുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം വെളിപ്പാട് പുസ്തകത്തിലെ ഈ മൃഗത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 2 വാക്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. 2 വാക്യങ്ങൾ. അത് ഒന്ന് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെ. അതിന് മുകളിലുള്ള ഉപമകൾ നമുക്കറിയാം. ഗ്രഹസ്ഥനായൊരു മനുഷ്യർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, കുടിയാന്മാരെ അതിലാക്കി, ഗോപുരമൊക്കെ പണിതു, ചക്കൊക്കെ നാട്ടി, താൻ പരദേശത്തേക്ക് പോയി ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതാണ് ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരെ ദാസന്മാരെ പിടിച്ചു കൊന്നുകളഞ്ഞു. മറ്റൊരുത്തനെ അയച്ചു, അവരെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു, അവരോട് അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. ഉപമയാണിത്. യേശുനാഥൻ പരീശന്മാരോടും ശാസ്ത്രിമാരോടും പുരോഹിതന്മാരോടും ആ ക്രൗഡിനോട് പറയുന്ന ഉപമയാണ്. അപ്പം പുത്രൻ വരുമ്പോൾ പുത്രനെ ശങ്കിക്കും, മകനെ അടുക്കൽ അയച്ചു. അവനെ കണ്ടിട്ട് കുടിയാന്മാർ ശങ്കിക്കുമെന്ന് വിചാരിച്ച് അയക്കുകയാണ്. പക്ഷേ എന്ത് സംഭവിച്ചത്? കുടിയാന്മാർ ഇവൻ അവകാശി, വരുവിൻ നമുക്ക് അവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞ് തമ്മിൽ പറഞ്ഞ് അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. അപ്പം പ്രവാചകന്മാരെ അയച്ചു, പുരോഹിതന്മാരെ അയച്ചു, ശാസ്ത്രിമാരെ അയച്ചു, വേദജ്ഞാനികളെ, വചനത്തെ പറയുന്നവരെ, ദൈവശബ്ദമുള്ള ധാരാളം കർത്തുദാസന്മാരെ യഹൂദന് വേണ്ടി അയച്ചു. പക്ഷെ അവരെ കൊന്നുകളഞ്ഞു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, അത് മനസ്സിലാവും. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ഈ വരവെന്നൊക്കെ പറയുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉടനെ സെക്കൻഡ് കമ്മിങ് ആണ് എന്നുള്ള ചിന്തകളിൽ ഇങ്ങനെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ പോകുന്നുണ്ട്. വരുമ്പോൾ, കാരണം ഈ ഉപമകൾ പഠിക്കുന്നത് 3 പ്രധാന നിലയിലാണ്. ദ പാരബിൾ ഓഫ് ദ കിങ്ഡം, പാരബിൾ ഓഫ് ഗ്രേസ് ആൻഡ് പാരബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപമകളെ നമുക്ക് 3ആയിട്ടാണ് തിരിക്കാൻ പറ്റും. പാരബിൾ ഓഫ് ദ കിങ്ഡം, പാരബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ് ആൻഡ് പാരബിൾ ഓഫ് ഗ്രേസ്. ഈ 3ഉം നമ്മൾ പഠിക്കുമ്പോൾ ഇത് വരുന്നത് പാരബിൾ ഓഫ് ദ കിങ്ഡം ആണ്, ആൻഡ് ഓൾസോ ദ പാരബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഈ ഉപമ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ കാണുന്ന, ആകയാൽ മുന്തിരിത്തോട്ടത്തിന് ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരെ എന്ത് ചെയ്യും? ഈ കുടിയാന്മാർ എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ആ രാജ്യം ദൈവം ആദ്യം കൊടുത്തത് യഹൂദൻ്റെ പക്കലാണ്. പക്ഷെ യഹൂദൻ്റെ പക്കൽ കൊടുത്തു, ഫലമെടുക്കാനായിട്ട് ദാസന്മാരെ അയക്കുമ്പോഴെല്ലാം അവരെ കൊന്നുകളയുകയാണ്. നമ്മൾ ഇത് തന്നെയാണ് വെളിപ്പാട് ദിവസം 18-ാം അധ്യായത്തിൽ പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും രക്തം അവളിലല്ലോ എന്ന് നമ്മൾ കാണുന്നത്. യെരുശലേമാണെന്ന് ക്രിസ്റ്റൽ ക്ലിയറാണ്. നമ്മൾ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചത് റോമ സഭയാണ്, റോമ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകണ്ട. റോമിലെങ്ങും ഒരു പ്രവാചകനും കൊല്ലപ്പെട്ടിട്ടില്ല. റോം ഒക്കെ വാസ്തവത്തിൽ യഹൂദന്മാരെക്കാളൊക്കെ ഒരുപാട് നല്ലവരാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരുടെ രക്തം യെരുശലേമിലാണ് വീണത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു അത് പറയുന്നുണ്ട്. ഹെരോദാവ് തന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ആ കുറുക്കനോട് പോയി നീ മിണ്ടാതിരിക്കാൻ പറ, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്തേക്ക് 3-ാം നാൾ സമാപിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഗലീലായിലാണ് സംഭവം. അപ്പം കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, യെരുശലേമിൽ അല്ലാതെ യെരുശലേമിന് പുറത്തൊരു പ്രവാചകൻ കൊല്ലപ്പെടുകയില്ലെന്ന്. അപ്പം കൃത്യമായിട്ട് പറഞ്ഞ യെരുശലേമിനകത്താണ് പ്രവാചകന്മാർ കൊല്ലപ്പെടേണ്ടത്. അപ്പം ഇവിടെ കുടിയാന്മാർ എന്ത് ചെയ്യും? 41-ാം വാക്യം, അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും. ചെയ്യാൻ പോകുന്നത് ഈ കുടിയാന്മാരെ നിഗ്രഹിക്കുമെന്ന്, കൊന്നു കളഞ്ഞിട്ട് വേറെ ഫലം കൊടുക്കുന്ന കുടിയാന്മാരെ ഏൽപ്പിക്കുമെന്ന് അവരോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്
മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. ഞാൻ ആ വാക്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വിടുകയാണ്. എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? 43-ാം വാക്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത്, ആരാ? യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ പക്കൽ നിന്നെടുത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പ്രധാന സന്ദേശം, ദൈവരാജ്യം ഇനിയും വരാൻ പോവുക എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വാക്യമായത്. ഈ രാജ്യം ഓൾറെഡി ആരുടെ കയ്യിലുണ്ട്? യഹൂദൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം പിതാവ് തീരുമാനിച്ചു, ഈ കുടിയാന്മാരെ നിഗ്രഹിച്ചിട്ട് ഈ രാജ്യം, അതായത് ഓൾറെഡി ഇനി വരാൻ പോകുന്നു, വന്നു കഴിഞ്ഞിട്ടൊരു സുഭിക്ഷമായ രാജ്യം വരാൻ പോകുന്നുള്ള ഫാൾസ് ഹോപ്പ് ക്രിസ്ത്യാനിറ്റി, നമ്മൾ കള്ളങ്ങൾ ലോകത്ത് ഒത്തിരി പറയുന്നുണ്ട്. അപ്പോൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്തൊരു വാക്കുണ്ട്. സത്യം അറിയുകയും സത്യം നിങ്ങളെ അസത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കും. അതാണ് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന അസത്യത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ ദൈവരാജ്യം ഓൾറെഡി ആരുടെ പക്കലാണ് കൊടുത്തിരുന്നത്? യഹൂദൻ്റെ കയ്യിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, നിനക്ക് നിത്യജീവനും രക്ഷയും സ്വർഗവും തരാമെന്നല്ല. അബ്രഹാം, അതായത് വിശ്വാസികളുടെ പിതാവായ യഹൂദന്മാരുടെ അബ്രാം, എബ്രായനായ, നദി കടന്നു വന്ന എബ്രായനായ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, നിനക്ക് സ്വർഗത്തിൽ നിത്യത തരാം, അവിടെ നിത്യനിത്യ യുഗം വാഴാം. ഇതൊന്നും അല്ല കൊടുത്ത വാഗ്ദത്തം, കാണിക്കുവാനിരിക്കുന്ന ദേശമാണ്. എന്നിട്ട് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അബ്രഹാമിൻ്റെ വാഗ്ദത്തം ലോകാവകാശിയാകുമെന്ന വാഗ്ദത്തമാണ്. അപ്പം ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം സ്വർഗത്തിൽ ഒരു ഫ്ലാറ്റും അവിടെ ഒരു വലിയ ബിൽഡിംഗ് സമുച്ചയവുമല്ല. ഭക്തന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം ഭൂമിയായിരുന്നു. അതുതന്നെയാണ് നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത്, അവൻ്റെ വിശുദ്ധന്മാർ, നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കുന്ന. കർത്താവ് ഗിരിപ്രഭാഷണത്തിലും പറഞ്ഞത് ഇങ്ങനെയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശപ്പെടുത്തുമെന്നാണ്. ഭൂമിയാണ് അവകാശം. ലോകാവകാശിയാകുമെന്നാണ് അബ്രഹാമിൻ്റെ വാഗ്ദത്തം. കാരണം അബ്രഹാമിനെ വിളിക്കുമ്പോഴേ ദൈവം ഒരു നാടാണ് കൊടുത്തത്. ഒരു നാടാണ് അവൻ ഓഫർ ചെയ്തത്. എന്തിനാണത്? ആ നാട്ടിൽ നിന്നുകൊണ്ട് നീ ദൈവരാജ്യത്തെ സ്ഥാപിക്കണം, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യണം. അതായത് ഏദനിൽ എന്താണോ കർത്താവ് ആരംഭിച്ചത് അത് വീണ്ടും ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാനാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. സോ അബ്രഹാം വാഗ്ദത്തത്തെ കൈവശപ്പെടുത്തി ആ ദേശത്ത് വന്നു. ഇസ്രായേൽ, നമുക്കറിയാം, ഏദൻ എവിടെയായിരുന്നോ സ്ഥിതി ചെയ്തത് അവിടെ തന്നെയാണ്, ഇത് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, ഏദൻ എവിടെയാണോ സ്ഥിതി ചെയ്തത് അത് തന്നെയാണ് ഇസ്രായേൽ. കനാൻ ദേശം എന്ന് പറയുന്നത് ഒറിജിനൽ ഏദനായിരുന്നു. അതിനെനിക്ക് തെളിയിക്കാൻ ഇപ്പം ഞാൻ മുതിരുന്നില്ല, കാരണം 4 നദികളാണ്: പീശോൻ, ഗീഹോൻ, ഹിദേക്കൽ ഫ്രാത്ത്. ഹിദേക്കൽ ഫ്രാത്ത് എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളാണ്. അത് ഇസ്രായേലിൻ്റെ നേരെ പടിഞ്ഞാറ്, കിഴക്ക് വടക്കായിട്ട് നമുക്ക് ആ ബൗണ്ടറിയിൽ കാണാൻ പറ്റും. അതാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ. പീശോൻ എന്നൊരു നദി കിഴക്കോട്ടൊഴുകി നേരെ അറേബ്യ നാടുകളിലേക്ക് ഒഴുകി എന്ന ചരിത്രം, അത് നാസായ തന്നെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പൊന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൗദി ഒക്കെയുള്ള ആ ദേശത്തേക്ക് ഒഴുകിയ ഒരു നദി ഉണ്ടാകും. ഇതിൻ്റെ എല്ലാം ഉത്ഭവം കിടക്കുന്നത് ഈ കനാൻ ദേശത്തിനകത്തായിരുന്നു. ഗീഹോൻ എന്നൊരു നദിയുണ്ട്. ആ ഗീഹോൻ എന്ന നദിയെ മോശയുടെ കാലത്ത് അറിഞ്ഞിരുന്നത് ഗിവാൻ നദി എന്ന. ഗീഹോനെ ഗിവാൻ. ഗിവാനാണ് നൈൽ നദി. അപ്പം നമ്മൾ ഈ താഴെ ഈ തെക്ക് ഭാഗത്തായിട്ട് നമ്മൾ നൈൽ നദി കാണുന്നു, അതാണ് ഗിവാൻ നദി. അതാണ് ഇസ്രായേൽ അല്ലെങ്കിൽ കനാനിൽ നിന്ന് പുറപ്പെട്ട 4 നദിയുടെ ഒരു ശാഖയാണ് നൈൽ നദി. ഒരു നദിയാണ് അറേബ്യ നാടിലേക്ക് ഒഴുകിയത്. അവിടെ പൊന്നുണ്ട്, അത് മേത്തരമായ പൊന്നാണ്. ആ നദി വറ്റിപ്പോയി. അടുത്ത 2 നദിയാണ് ഹിദേക്കലും ഫ്രാത്തും, യൂഫ്രട്ടീസും ടൈഗ്രീസും ഇന്നുമുണ്ട്. അപ്പം അങ്ങനെ 4 നദികൾ ബൗണ്ടറി ആയിട്ട് നിൽക്കുന്ന ഒരു ദേശം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. നമ്മുടെ ഇവിടെ ആളുകൾ പറയാം അതൊക്കെ ഇറാഖാണ്, അവിടെ കണ്ട കിടക്കുക. അതൊന്നുമല്ല. നമ്മൾ ആവശ്യമില്ലാതെ, ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഹെറിറ്റേജ് പോയതിൻ്റെ പ്രശ്നമാണ്. ക്രിസ്ത്യാനിറ്റിക്ക് ഹെറിറ്റേജ് പോയി. ക്രിസ്ത്യാനിറ്റിയുടെ ഹെറിറ്റേജ് കിടക്കുന്നത് എബ്രായിക്ക് യൂണിയനിലാണ്. അപ്പോൾ എബ്രായ ഫൗണ്ടേഷനിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് കിടക്കുന്നത്.
നമ്മൾ അവിടേക്ക് തിരിഞ്ഞു പോയെങ്കിലേ നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കാട് കയറി മതങ്ങളിൽ നിന്ന് പലതും കൈയെടുത്ത് ഇപ്പം തന്നെ നമ്മുടെ സുവിശേഷം ഇത്രയും വഷളായിട്ടിരിക്കുന്നത് ഗ്രീക്ക് ഫിലോസഫിയാണ്. നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സത്യത്തിൽ യേശു പറഞ്ഞ സുവിശേഷം അല്ല. നമ്മുടെ ആളുകൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഗ്രീക്ക് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ പഠിപ്പിച്ചതായ പ്ലേറ്റോണിസമാണ്. കൃത്യമായിട്ട് ഗ്രീക്ക് ഗ്നോസ്റ്റിസമാണ് നമ്മുടെ ആളുകൾ പ്രസംഗിക്കുന്ന സുവിശേഷം. നമ്മുടെ ആളുകൾ അതൊക്കെ എടുത്തെങ്കിൽ വിഴുങ്ങാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിന് പവർ ഇല്ലാത്തത്. ഒറിജിനൽ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത് ദ ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ടു സാൽവേഷൻ. ഓക്കെ, ഞാൻ അത് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ ഈ ദേശം, അതായത് കനാൻ തന്നെയാണ് ആ ഏദൻ തോട്ടം. ആ ഏദൻ തോട്ടത്തിൽ അതിൻ്റെ നടുവിൽ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു, അതാണ് ജീവവൃക്ഷം. അവിടെയാണ് നമ്മൾ യെരൂശലേം ദേവാലയത്തെ ദൈവം സ്ഥാപിച്ചത്. അവിടെയാണ് അതിപരിശുദ്ധമായ സ്ഥലം ഇരിക്കുന്നത്. അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അകത്താർക്കും പ്രവേശനമില്ല. അതിനെ മറയ്ക്കുന്ന 2 കെറൂബുകളെ ചിത്രത്തയ്യലായിട്ട് തുന്നിയ ഒരു വലിയ തിരശീലയുടെ മറവിലാണ് അതിപരിശുദ്ധ സ്ഥലം ഇരിക്കുന്നത്. ഇതേ പിക്ചറാണ് ഏദനിൽ അതിപരിശുദ്ധമായ ആ ജീവവൃക്ഷത്തെ തൊടാൻ കഴിയാതെ, അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ തിരിയുന്ന കെറൂബുകളുമായിട്ട് കാവൽ നിൽക്കുന്നതായ ചിത്രം കാണാൻ പറ്റും. സോ ഇതെല്ലാം നമ്മൾ കാണേണ്ടത് ഏദൻ എന്ന് പറയുന്നതും ഇസ്രായേൽ എന്ന് പറയുന്നത് ഒന്നാണ്. ദൈവം ആദമിലൂടെ നഷ്ടപ്പെട്ടു പോയത് അബ്രഹാമിലൂടെ തിരിച്ചെടുക്കുകയാണ്. അബ്രഹാമിലൂടെ ദൈവം അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അത്തിയെ ശപിക്കുന്നുണ്ട്. അത്തിയെ ശപിക്കുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെങ്കിൽ ഒരു പ്രധാന അർത്ഥം, യേശുനാഥൻ ആബീബ് മാസം 10-ാം തീയതി കഴുതയുടെ പുറത്ത് കയറി യെരൂശലേമിലേക്ക് വരുന്നതിന് മുമ്പ് വിശക്കുന്നതായിട്ട് കാണാൻ വരും. അത് ബഥാനിയിൽ നിന്ന് പുറപ്പെടും. ആ അത്തിയെ നോക്കി ശപിക്കുകയാണ്. എന്തിനാണ് ഇവൻ അത്തിയെ നോക്കി ശപിച്ചത്? കാരണം ആദം പാപം ചെയ്ത ശേഷം, ദൈവത്തെ വിട്ട് ഭയന്ന് ഓടിയ ശേഷം ആദ്യം ചെയ്തത് അത്തിയില കൊണ്ടവൻ തൻ്റെ നഗ്നത മറക്കിയായിരുന്നു. സോ എന്താ ദൈവം ചെയ്തെന്നറിയാമോ? അവിടെ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ബലിമൃഗം കൊല്ലപ്പെടാനായിട്ട് പോവുകയാണ്. ക്രിസ്തു നമ്മുടെ നീതിയായി മാറുന്നതുകൊണ്ട്, ക്രിസ്തു നമ്മുടെ നഗ്നത മാറ്റുന്ന വസ്ത്രമായി മാറുന്നതുകൊണ്ട് ഇനി ഒരു അത്തിയുടെ ആവശ്യമില്ല. അപ്പം ഏദനിലെ മനുഷ്യന് കവചമായി നിന്ന മതത്തിൻ്റെ അത്തി, അപ്പം അവിടുത്തെ അത്തി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് റിലീജിയനെയാണ് കാണിക്കുന്നത്. ആ അത്തിയല റിലീജിയനാണ് കാണിക്കുന്നത്. ഇന്നും ആ അത്തി ഇവിടെ സുലഭമായിട്ട് വളരുന്നുണ്ട്. പക്ഷെ മിശിഹ അവിടുത്തെ വർക്ക് ഫിനിഷ് ആക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ അത്തിയെ ശപിക്കുന്നുണ്ട്. എന്തിനാ ശപിച്ചത്? അന്ന് ഏദനിൽ ആദാമിൻ്റെ നഗ്നതയെ താൽക്കാലികമായി മറച്ച റിലീജിയനായിരിക്കുന്ന ആ ഫിഗ് ട്രീയെ ക്രൈസ്റ്റ് തൻ്റെ ക്രൂസിഫിക്ഷന് മുമ്പ് കേഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതെല്ലാം ഏദനുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അല്ലായിരുന്നെങ്കിൽ ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയാമായിരുന്നു. വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ഉദാഹരണമായിട്ട് പറയാം. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ, അപ്പം നിങ്ങൾ ഇന്ന് യെരൂശലേമിലോട്ട് പോയാൽ, ഞാൻ യെരൂശലേമിൽ പോയിട്ടില്ല, ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ ഒരു ഗോൽഗോഥ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു തലയോടിൻ്റെ ഷേപ്പിലൊരു, അത് ഒറിജിനലി അതങ്ങനല്ല. ഒറിജിനലി ആ ഗോൽഗോഥ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പോയി കാണുന്ന ഗോൽഗോഥ ഒറിജിനൽ അല്ല. കാരണം സീക്രട്ട് ഓഫ് ഗോൽഗോഥ എന്ന ഒരു പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഏണസ്റ്റ് എന്ന് പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നു, അത് എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. സീക്രട്ട് ഓഫ് ഗോൽഗോഥ, അതൊരു ജൂ ആണ്. അദ്ദേഹം അതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഗോൽഗോഥയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആ ഗോൽഗോഥ എന്ന് പറയുന്നത് ഒരിക്കലും അതായത് യെരൂശലേമിൻ്റെ നേരെ പടിഞ്ഞാറേ വടക്ക് വശത്തായിട്ടല്ല, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നതല്ല എന്ന. കാരണം ഗോൽഗോഥ എന്ന വാക്ക് വരാൻ കാരണം അവിടുത്തെ പാറയുടെ ഷേപ്പിന് തലയോട്ടിയുടെ ഷേപ്പ് ഉള്ളത് കൊണ്ടല്ല. നമ്മൾ ഈ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഒപ്പിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മളൊന്ന് ഒപ്പിച്ചെടുത്തതാണ്. അതായത് ഈ ഡൊമിനീഷ്യൻ ഡൊമിനീഷ്യനാണോ? ഓക്കെ, 3-ാം നൂറ്റാണ്ടിൽ ഹെലൻ എന്ന് പറയുന്ന കോൺസ്റ്റന്റിൻ ചക്രവർത്തിയുടെ അമ്മ, ഹെലൻ എന്ന് പറയുന്ന ആ പ്രിയ സഹോദരി, ആ അമ്മ കാട്ടിക്കൊടുത്ത സ്ഥലമാണ് ഇതാണ് എന്ന് കാട്ടിക്കൊടുത്തിട്ട് അവിടെയാണ് അങ്ങനെ ആലയം പണിയുന്നത്. വാസ്തവത്തിൽ യേശു ക്രിസ്തു മരിച്ചത് യെരൂശലേമിന് നേരെ കിഴക്ക് വശത്തുള്ള ഒലിവുമലയിലായിരുന്നു. ഒലിവുമലയുടെ ഒരു ഭാഗത്താണ്. അതായത് ഒലിവുമല എന്ന് പറയുന്നില്ല, ഒലിവുമലയുടെ ആ ഡയറക്ഷനിലുള്ള ഒരു ഭാഗത്താണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. കാരണം കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ കർത്താവിന് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശീല കാണാൻ പറ്റും. യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശീലയുടെ കനം ഏകദേശം 18 ഇഞ്ച് കനമുണ്ട്. 18 ഇഞ്ച് കനം, അതായത് ഒരു കാറ്റത്ത് കീറിപ്പോകുന്ന വെറും ഒരു ബാനർ തുണി അല്ലായിരുന്നു. 18 ഇഞ്ച് കനമുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് പഠനങ്ങളുണ്ട്.
ഏകദേശം 3000 ടൺ ഭാരമുള്ള ഒരു വലിയ ബീമായിരുന്നു യെരുശലേമിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തെ മുകളിലത്തെ ബീം. 3000 ടൺ വലുപ്പമുള്ള ഒറ്റ സ്റ്റോണായിരുന്നു. ആ സ്റ്റോണിലാണ് ഈ വലിയ തിരശീല കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. അതായത് ഒരു വശത്ത് ഇതിന് ബലമുണ്ടെന്ന് അറിയിക്കാൻ ചെയ്യുന്നത് 120 ബാഷൻ കൊറ്റന്മാരെ, അതായത് ബാഷാൻ കൊറ്റന്മാരെ, അതായത് ബാഷാനിലുള്ള കാളകൾ ഒരു വടത്തിൽ 120 കാള ഒരു വശത്തും 120 കാളയെ രണ്ടാമത്തെ വശത്തും ഇരുവശത്തിലും നിർത്തിയിട്ട് ഈ തിരശീല ഇതിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് വെച്ച് ഇരുവശങ്ങളിൽ ഈ കാളകൾ വലിച്ചു. ഇത്രയും വലിച്ചിട്ടും ഇത് കീറത്തില്ല. അത്ര സ്ട്രോങ് ആണ് യെരുശലേം ദേവാലയത്തിലെ ഈ തിരശീല. ഈ തിരശീല 3000 ടൺ ഭാരമുള്ള ആ ബീമിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം സംഭവിക്കുമ്പോൾ തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കീറി താഴോട്ട് പോകുമ്പോൾ വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതുണ്ട്. ഈ ഗോൽഗോഥായിൽ യേശുനാഥൻ്റെ ക്രൂശിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു ശതാധിപനുണ്ട്. ആ ക്രൂശിൻ്റെ അരികിൽ യേശു അതായത് ആ ശതാധിപൻ നിൽക്കുമ്പോൾ ക്രൂശിതനായ യേശു കിടക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആ ഉയർന്ന മലയുടെ മുകളിൽ കാണുന്ന കാഴ്ച, ഹി ക്യാൻ സീ, ഞാൻ പറഞ്ഞു ഇത് ജൂവിൻ്റെ പഠനമാണ്, ഹി ക്യാൻ സീ ഡയറക്ട്ലി ദ വെയിൽ ഓഫ് ജെറുസലേം. യെരുശലേമിൻ്റെ വെയിൽ, ആ തിരശീലയെ ക്രിസ്തുവിന് ക്രൂശിൽ കാണാൻ പറ്റും. കാരണം മാനവരാശിയുടെ മുമ്പിൽ അടച്ചു വെച്ച ഒരു വഴിയാണ് ഈ തിരശീല. ഈ തിരശീലയാണ് ഏദനിലെ തിരിയുന്ന വാളിൻ്റെ ജ്വാലയമായി നിൽക്കുന്ന കെറൂബിൻ്റെ ആ ആശയത്തിലാണ് ഇവിടെ തിരശീല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇത് മാനവരാശിയെ തടയുന്ന ഒരു വഴി തടയലാണ്, അല്ലെങ്കിൽ ഇത് മാർഗ തടസ്സമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇത് തിരശീല മുകൾ തൊട്ട് താഴോട്ട് കീറുക, മുകൾ തൊട്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് യേശു പറയുമ്പോൾ, ടെറ്റലസ്റ്റ എന്ന് പറയുമ്പോൾ ഈ തിരശീല മുകൾ തൊട്ട് താഴോട്ട് ഇങ്ങനെ കീറാൻ തുടങ്ങുന്ന സമയത്താണ് ക്രിസ്തു തൻ്റെ പ്രാണനെ വിട്ടത്. ഇത് രണ്ടും കൂടെ, അപ്പം കർത്താവ് ഈ തിരശീല നോക്കിക്കൊണ്ടിരിക്കുക. ഈ തിരശീല രണ്ടായിട്ട് ചിന്തപ്പെടുന്ന നിമിഷം, എക്സാക്ട്ലി അറ്റ് ദാറ്റ് സെയിം മൊമെന്റിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. കാരണം യേശുവിനെ കൊന്നതല്ല, യേശു പ്രാണൻ വിട്ടതാണ്. കൊല്ലുന്നതെന്ന് പറയുമ്പോൾ ആ കൊല്ലുന്ന ആളിൻ്റെ രീതിയിലായിരിക്കണം ജീവൻ പോകുന്നത്. പക്ഷെ കർത്താവ് പ്രാണനെ വിടുകയാണ്. എക്സാക്ട് ടൈമിലാണ്, അത് കീറുന്ന സമയത്താണ് യേശു തൻ്റെ പ്രാണനെ വിടുന്നത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലാണ് ശതാധിപൻ നിൽക്കുന്നത്. അപ്പം ശതാധിപൻ ഇത് നിന്നുകൊണ്ട് പറയുകയാണ്, ഈ ക്രിസ്തു മരിക്കുന്ന മരണത്തെ കണ്ടിട്ട് പറയുകയാണ്, ഇവൻ ദൈവപുത്രൻ സത്യം. ഒരാൾ മരിച്ചപ്പോൾ എങ്ങനെ മനസ്സിലായി ഇയാൾ ദൈവപുത്രനാണ്? കാര്യം ഇത്രയേ ഉള്ളൂ, തിരശീല കീറുന്നത് ശതാധിപനും കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പം ഈ ആളിൻ്റെ മരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസം നിലനിൽക്കുന്ന മതത്തിൻ്റെ ഏറ്റവും വലിയ ആലയത്തിൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിരിക്കുന്ന തിരശീല രണ്ടായ ചിന്തിക്കൊണ്ടാണ് കർത്താവ് മരിക്കുന്നത്. അപ്പം അതാണ് യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ആ മരിച്ച മരണം യെരുശലേമിൻ്റെ തിരശീല രണ്ടായിട്ട് കീറി. ഞാൻ ഈ പറഞ്ഞു വന്നത്, യെരുശലേമും ഇസ്രായേലും കനാൻ ദേശവുമായിട്ട് ഏദനുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ഏദൻ എന്ന് പറയുന്നത് ഇറാഖാണെന്നുള്ള കുറേ ആളുകളുടെ വാദം വെറും പരാജയമാണ്. കൃത്യമായിട്ട് ഏദൻ എന്ന് പറയുന്നത് കനാൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, അബ്രഹാമിനെ എവിടെയിട്ടാണ് കൊണ്ടുവന്നത്? കാണിക്കുവാനിരിക്കുന്ന ദേശം. അപ്പം കാണിപ്പാനുള്ള ദേശം എന്ന് പറഞ്ഞാൽ ഏത് ദേശത്തായി? ഇതിനേക്കാളും എത്രയോ ഫലപുഷ്ടമുള്ള രാജ്യമായിരുന്നു അറിയാമോ മെസപ്പൊത്തോമിയ. എന്താ മെസപ്പൊത്തോമിയയിൽ നിർത്തിക്കൊണ്ട് ദൈവം അവനെ രൂപപ്പെടുത്താഞ്ഞത്? എന്തുകൊണ്ടാണ് മെസപ്പൊത്തോമിയയിൽ തന്നെ അവന് അത്ര സമ്പൽ സമ്മത്തമായ ഏറ്റവും വലിയ, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ഒരു നേഷൻ ആയിരുന്നു ഈ മെസപ്പൊട്ടോമിയ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംസ്കാരമാണ്, ഭയങ്കരമായ ഉയർന്ന സംസ്കാരമാണ്. ആ സംസ്കാരത്തിലല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് ഏദനിലേക്ക് തിരിച്ചുകൊണ്ട്, കാരണം ഹി വാണ്ട് ടു റീസ്റ്റാർട്ട് ദ കിങ്ഡം അഗൈൻ. ഇപ്പം ദൈവരാജ്യം, ഇവിടുത്തെ പ്രശ്നം പറയാം, ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് രാജ്യം സ്ഥാപിക്കാനാണ്. അവരെ അടിമ വീട്ടിൽ നിന്ന് ദൈവം പുറത്തോ കൊണ്ടുവരുമ്പോൾ അവരോട് പറയുന്നൊരു വചനമുണ്ട്, ഞാൻ നിങ്ങളെ ഒരു ജാതിയാക്കി. ഈ മലയാളത്തിൽ ഈ ജാതി എന്നൊക്കെ പറയുന്നത് കേട്ട് കേട്ട് നമ്മൾ ആകെ ഒരു പരുവത്തിലായതാണ്. ജാതി എന്ന വാക്കിൻ്റെ അർത്ഥം നേഷൻസ് എന്നാണ്. ഞാൻ നിങ്ങളെ ഒരു വലിയ നേഷനാക്കി മാറ്റുമെന്നാണ്. അപ്പോൾ ഒരു വലിയ രാജ്യമാക്കാൻ വേണ്ടിയാണ് ഈ അടിമകളെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നത്.
ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇവർ പുറത്തു വരുന്നു, അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുന്നു. അങ്ങനെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൽ ആ അബ്രഹാമിന്റെ കയ്യിൽ തന്നെ ദൈവം കിങ്ഡം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ അവിടെ അബ്രഹാമിന്റെ കരത്തിൽ ദൈവം രാജ്യമേൽപ്പിക്കുകയാണ്. നീ കാണുന്ന ദേശം നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായിട്ട് തരും. എന്തിനാ അവിടെ പ്രമാണം കൊടുത്തു? എന്തിനാ പ്രമാണം കൊടുത്ത? സ്വർഗത്തിന്റെ കൾച്ചറാണ്. നിങ്ങൾ പ്രമാണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പ്രമാണം, എന്താ ലോ എന്ന് പറയുന്നത് കിങ്ഡത്തിന്റെ കൾച്ചറാണ്. അതായത് ലോയ്ക്കകത്താണ് ജനത്തിന്റെ ഫിലോസഫി ഇരിക്കുന്നത്, നിയമങ്ങൾക്കകത്താണ് കൾച്ചർ ഇരിക്കുന്നത്. കൊല ചെയ്യാത്ത, വ്യഭിചാരം ചെയ്യാത്ത, മോഷ്ടിക്കാത്ത, കള്ളസാക്ഷ്യം പറയാത്ത, അന്യൻ്റെതൊന്നും മോഹിക്കാത്ത, അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കാത്ത, ദൈവനാമത്തെ ദുഷിക്കാത്ത ഒരു ജനറേഷൻ ഭൂമിയിൽ പാർത്താനുള്ള അവസ്ഥ ചിന്തിച്ചു നോക്കി. കൊലപാതകമില്ല, മോഷണമില്ല. അപ്പൊ ഇന്ത്യയിൽ ഈ യേശുവിന്റെ രാജ്യം വന്നാൽ എന്ത് മനോഹരമായിരിക്കും ചിന്തിച്ചു നോക്കിയേ. ആ കൾച്ചർ വന്നാൽ എത്ര മനോഹരമായി. അപ്പം നമ്മൾ മതപരതരണം നിർത്തിയിട്ട് ഞാൻ പറയുന്നത് രാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ഇറങ്ങണം. മതങ്ങൾ ഒരിക്കലും ആരെയും സന്തോഷിക്കും. ഒരു മതം മാറ്റം, അതുകൊണ്ടാണ് മതമാറ്റത്തിനെതിരെ ആൾ വരുന്നത്. സോ നമ്മുടെ അജണ്ട കൃത്യമായിട്ട് വരണം. നമ്മുടെ ബാഡ് അജണ്ടകൾ മാറ്റി കിങ്ഡത്തിന്റെ അജണ്ടയിലേക്ക് വരണം. ഞാൻ അഭാവം വിടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇസ്രായേലിനാണ് രാജ്യം കൊടുത്തത്. ആ രാജ്യം ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകാം. 43-ാം വാക്യത്തിൽ, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ഇവിടെ കേൾക്കണം, ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നാണ് ദൈവം രാജ്യത്തെ എടുത്ത് ബലം കൊടുക്കുന്നവർക്ക് കൊടുത്തത്. എപ്പോഴാ? വരുമ്പോൾ. അപ്പൊ ഈ വരുമ്പോൾ എന്നത് ഇനി 2000 വർഷത്തിന് ശേഷമാണെങ്കിൽ ഇന്നും ദൈവരാജ്യം യഹൂദന്റെ പക്കൽ തന്നെയാ. അതല്ലേ ലോജിക്ക്? കാരണം കർത്താവ് വന്ന് രാജ്യം എടുത്ത് ആർക്ക് കൊടുക്കുന്ന? ജാതിക്ക് കൊടുക്കുന്ന. അപ്പൊ പിന്നെ ഈ ലോക ജാതികളെല്ലാം ഇന്ന് സുവിശേഷം എന്തിന്റെ പേരിലാണ് കേൾക്കുന്നത്? ഇപ്പോഴും ജാതികളുടെ കയ്യിലേക്ക് ഇത് വരാതെ ഈ ദൈവരാജ്യം യഹൂദന്റെ പക്കല. യഹൂദന്റെ പക്കൽ ഇപ്പൊ ദൈവരാജ്യം ഉണ്ടോ? യഹൂദൻ ഇപ്പൊ ദൈവം പോലും ഇല്ല. അതറിയാമോ? യഹൂദന് ഇപ്പോൾ ദൈവം പോലും ഇല്ല. കുറച്ച് ഓർത്തഡോക്സ് ജ്യൂസ് ഉണ്ട് ലോകത്ത്. അല്ലാതെ യഹൂദന്മാരിൽ നല്ലൊരു കൂട്ടം ആളുകൾ ദൈവനിഷേധികളാണ്. നല്ലൊരു കൂട്ടം ആളുകൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. നല്ലൊരു കൂട്ടം ആളുകൾ എത്തിസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഹോളോകോസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ യഹൂദന്മാർ ഒരുപാട് ആളുകൾ ദൈവനിഷേധികളായിട്ട് മാറി. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിൽ രാജ്യമില്ല. രാജ്യം അവരുടെ പക്കൽ നിന്ന് എടുത്ത് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുത്തെങ്കിൽ ആ കൊടുക്കാനായിട്ട് ആ ആള് വന്നല്ലോ. ആ ആൾ എന്നാ വന്നേ? വന്ന് എടുത്തു വരുമെന്നല്ലേ? വന്നിട്ട് അവന്റെ പക്കൽ നിന്ന് ആ രാജ്യം എടുത്ത് ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്നല്ലേ? അപ്പൊ ആ ഒരു വരമുണ്ടല്ലോ. ഓക്കെ, അതൊക്കെ നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. ഇനി അടുത്തത്, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്താ അവരോട് പറഞ്ഞു? ഈ കല്ലിന്മേൽ, ഈ കല്ലെന്ന് പറഞ്ഞാൽ മേളി പറഞ്ഞോണ്ട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. അപ്പൊ വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. അപ്പൊ മൂലക്കല്ലെന്ന് പറഞ്ഞാൽ മൂലയ്ക്ക് കൊണ്ടുവെക്കുന്ന കല്ലാണെന്നുള്ളൊരു ധാരണയുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. ഈ മൂലക്കല്ലെന്ന് പറയുമ്പം കർത്താവ് നമ്മുടെ മൂലക്കൽ എന്ന് പറയുന്നത് കർത്താവ് ഏതിൻ്റെ മൂലയിലിരിക്കുന്ന കല്ലാണ്. അത് ആക്ച്വലി അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ്. ഇസ്രായേലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എന്തായാലും ഒരു വാക്കി പറയാം. അത് വീടിൻ്റെ മൂല കൊണ്ടുവെക്കുന്ന കല്ലല്ല. അത് അവിടുത്തെ വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ വരേണ്ട കല്ല, ഏറ്റവും മുകളിൽ വരേണ്ട കല്ല. ആ കല്ല് ഒരിക്കലും ഒരു കോർണറിൽ കൊണ്ട് മണ്ണിട്ട് മൂടി മറയ്ക്കുന്ന കല്ലല്ല. ആ കല്ലിൻ്റെ മേലായിരിക്കും ബാക്കിയുള്ള കല്ലുകൾ ഒരുമിച്ച് ചെലുത്തി ആ കല്ലിൻ്റെ ബലത്തിലായിരിക്കും ആ ബാക്കിയുള്ള ഭാഗങ്ങൾ നിലനിൽക്കുന്നത്. അപ്പം അതിനെ കേപ്പ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. അതിനെ റോഷെബൻ എന്ന് പറയും. റോഷ് എന്ന് പറഞ്ഞാൽ തലക്കല്ലെന്നാണ്. മൂലക്കൽ എന്ന് മലയാളി പറയുമ്പോൾ ഒറിജിനൽ പറയുന്നത് തലക്കല്ലെന്നാണ്, ഹെഡ് സ്റ്റോൺ എന്നാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ കല്ല് അതായത് നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ, ദൂരേക്ക് എടുത്തെറിഞ്ഞ് കല്ലില്ലേ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അടുത്തത്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഇവിടെ കല്ലെന്ന് പറയുന്ന
ഉപമാനം കൊണ്ടുവരിക. കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കല്ല് ആരുടെയെങ്കിലും മേൽ വീണാൽ ആ വീഴുന്നതിനെ പൊടിയാക്കും. അപ്പൊ ഈ കല്ല് എന്ത് ചെയ്യാൻ പോവാ? വീഴുന്നവനെ പൊടിയാക്കും. 2, ആര് വന്ന് ഈ കല്ലിന്റെ പുറത്ത് വീഴുന്നോ ആ വീഴുന്നവനും തകർന്നു പോകും. അപ്പൊ 2 ആയാലും കല്ലിന് കേടില്ല, വീഴുന്നവനും തകരും, അത് ആരുടെ പുറത്ത് വീണാലും തകരും. ഇനി നമ്മൾ ഇതേ വിഷയത്തെ മനസ്സിലാക്കാൻ അടുത്തൊരു വാചകം കൂടെ ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്നറിഞ്ഞു. അപ്പൊ ഈ ഉപമ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾക്ക് വേണ്ടിയുള്ളതല്ല. ഈ ഉപമ പുരോഹിതന്മാരെ കുറിച്ചും പരീശന്മാരെ കുറിച്ചാണെന്ന് അവരറിഞ്ഞു. അവരിത് അറിഞ്ഞെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. അല്ലാതെ ഇത് നമ്മളാണ് ഇനി കർത്താവ് വരാൻ പോവോ വന്നിട്ട് എന്നിട്ടൊക്കെ ചെയ്യാൻ പോകുന്നൊന്നും അല്ല. കൃത്യമായിട്ട് ഇത് യഹൂദന്മാരെ കുറിച്ചാണെന്ന് അവർക്കത് ബോധ്യമായി. ഇനി നമ്മൾ ഇത് മനസ്സിലാക്കിക്കാനായിട്ട് ഇച്ചിരി ഒന്ന് യാത്ര പുറകിലോട്ട് പോകണം. ദാനിയേലിന്റെ പ്രവചനം ഞാൻ പറഞ്ഞാൽ ഇതൊരു വെരി ക്രിട്ടിക്കലാണ്. ഞാൻ പറഞ്ഞാൽ മൃഗത്തെ ഞാൻ പഠിപ്പിക്കാൻ ഇത്രയും ബാക്കിൽ പോകണോ എന്നൊരു പക്ഷെ നിങ്ങൾ സംശയിക്കാറുണ്ട്. കാരണം പോയേ പറ്റത്തില്ല. റോം ആണെങ്കിൽ എനിക്ക് ചടപടാന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു പോകാം. പക്ഷേ ഇത് റോം അല്ലാത്തത് കൊണ്ടും ഒറിജിനൽ എന്തായി മൃഗമെന്ന് കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങൾ എഴുന്നേറ്റ് നമ്മളെ വഴക്ക് പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മതയോടെ പോവാം. ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായം. ദാനിയേലിന്റെ പ്രവചനം 2. ഇത് വലിയ ബോറായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എനിക്കിത് ബോറല്ല, കാരണം ഞാനിത് കഷ്ടപ്പെട്ട് ഇത് പഠിച്ചതുകൊണ്ട് എനിക്ക് ബോറായിട്ട് തോന്നുന്നില്ല. ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായം 34-35 വാക്യങ്ങൾ. നമുക്ക് 31 മുതൽ വായിക്കാം. രാജാവ് കണ്ട ദർശനമോ, അതായത് ദാനിയേലിന്റെ കാലത്ത് നെബൂഖദ്നേസർ രാജാവ് ഒരു ദർശനം കണ്ടു. അങ്ങേർക്ക് ആ ദർശനം എന്താണെന്ന് മനസ്സിലായില്ല. ഇത് ഈ ദർശനത്തെ എന്തുവാ സ്വപ്നം കണ്ടു, സ്വപ്നം മറന്നു പോയി. സ്വപ്നം എന്താണെന്ന് അറിയിക്കാൻ, എൻ്റെ അർത്ഥം അറിയിക്കാനായിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പം ദാനിയേലിനെ വിളിക്കുന്നുണ്ട്. നമുക്ക് കഥകൾ അറിയാം. 2-ാം അധ്യായം വായിച്ചാൽ മതി. കണ്ട ദർശനം ഇതാണ്: വലിയൊരു ബിംബം, വലുപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു, നെബൂഖദ്നേസറിന്റെ മുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ, അതായത് തുട ഇരുമ്പ് കൊണ്ടും ബാക്കിയുള്ള കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. അതായത് തുട വരെ ഇരുമ്പ്, അത് കഴിഞ്ഞിട്ട് ആ ഇരുമ്പിന് താഴെ തുടർച്ചയായിട്ട് ഇരുമ്പും കളിമണ്ണും. അങ്ങനെ 4 കിങ്ഡംസാണ്, 4 കിങ്ഡമാണ്, 4 സാമ്രാജ്യങ്ങളാണ്. ഇവിടെ ആളുകൾ ഇതിനെ 5 ആക്കാറുണ്ട്. കാരണം നമ്മൾ താഴോട്ട് കാണുന്ന ഇരുമ്പാണ്. ആ ഇരുമ്പിന് പിന്നെ അലുമിനിയം എന്ന് പറഞ്ഞിട്ടില്ല, ഇരുമ്പും കളിമണ്ണും മിക്സാണ്. അപ്പം താഴോട്ടുള്ള ആ ഫുൾ ഭാഗം ഒരു രാജ്യമാണ്, ഒരു സാമ്രാജ്യമാണ്. സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പ്, അങ്ങനെ 4. ഇത് നമ്മൾ 7-ാം അധ്യായത്തിൽ 4 മൃഗങ്ങളെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 4 കിങ്ഡംസാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്ത് നോക്കണേ. കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും കൂടായിരുന്നു. തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇതെവിടെയാണ് ഈ കല്ല് വന്ന് വീണത്? കല്ല് വന്ന് ബിംബത്തിന്റെ നെഞ്ചിലല്ല വീണത്, വയറ്റിലല്ല വീണത്. കളിമണ്ണും ഇരുമ്പും കൊണ്ട് ഇരുന്ന ആ ബലഹീനമായ, അതായത് ഈ ബിംബത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് കാൽപാദത്തിലാണ് ഈ കല്ല് വന്ന് വീഴുന്നത്. അടുത്തത്, ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. അപ്പൊ ഇത് സംഭവിച്ചപ്പോൾ എന്താണ്? ആ കല്ല്, കൈ തൊടാത്ത കല്ല് വന്ന് പാദത്തിൽ വീണു. ആ പാദത്തിൽ വീഴുന്ന ആ ബിംബം, അതായത്
ബാബിലോൺ മുതൽ താഴോട്ടുള്ള സകല സാമ്രാജ്യങ്ങളും തവിട് പൊടിയായി പോയി, അല്ലെങ്കിൽ കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം എന്ന് പറഞ്ഞാൽ ഇനിയും ഇവന്മാർ പോയി വേറൊരു കിങ്ഡം ഉണ്ടാക്കാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയൊക്കെയും നിറഞ്ഞു. അപ്പോസ്തലനായ മത്തായി തൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും. ഈ കല്ല് എവിടെ വീഴുന്നോ ആ കല്ല് വീഴുന്ന ഇടത്തെ ധൂളിപ്പിക്കും. ഈ കല്ലിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ ദാനിയേലും പറയുന്നത്. ഒരു കല്ലാണ് വിഷയം. എന്നിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് ഈ കല്ല് വീഴുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ജാതികൾക്ക് കൊടുക്കുമെന്ന്. ഇനി നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചും കൂടെ പോകാം. അതായത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ആ രാജത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈതൊടാത്ത ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ രാജാക്കന്മാരുടെ കാലത്ത്, അതായത് ഈ രാജാക്കന്മാർ തൊട്ടുമ്പോൾ കളിമണ്ണും ഇരുമ്പും കൂടെ ചേർന്ന ബലഹീനമായ, ഒരിക്കലും ചേരാത്ത, ചേർച്ചയില്ലാത്ത, ഐക്യതയില്ലാത്ത ഈ സാമ്രാജ്യത്തിന്റെ കാലത്ത്, ആ കാലത്താണ് കൈതൊടാത്ത കല്ല് വരേണ്ടത്. ആ കൈതൊടാത്ത കല്ല് വരുമ്പോൾ അതിനെ എല്ലാത്തിനും ധൂളിപ്പിക്കും. അത് ധൂളിപ്പിക്കുമ്പോൾ രാജ്യം, വേറൊരു രാജ്യം, അങ്ങനെ എഴുതിയിരിക്കുന്നത്, നശിച്ചു പോകാത്ത രാജ്യത്തെ സ്ഥാപിക്കും. അപ്പൊ കല്ല് വന്ന് നിലവിലുള്ള സാമ്രാജ്യത്തെ പൊളിച്ച ശേഷം വേണം പുതിയൊരു രാജ്യത്വം സ്ഥാപിക്കാൻ. ആ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ കർത്താവിൻ്റെ സാമ്രാജ്യം, കർത്താവിൻ്റെ രാജ്യത്തിന് അവസാനം ഇല്ല. അന്ത്യകാലം എന്നൊക്കെ ഇവിടെ കോഴി കൂവുന്ന പോലെ കൂവുന്നവരോട് ഞാൻ പറയാം, ഒരന്ത്യവുമില്ല. കാരണം അവൻ്റെ രാജ്യത്തിന് അവസാനം ഇല്ല. കാരണം അവൻ്റെ രാജ്യം വന്നു. യേശു പറഞ്ഞു, അപ്പോസ്തലന്മാർ പറഞ്ഞു, യേശുവിന് മുന്നോടിയായി വന്നവർ പറഞ്ഞു, അവൻ്റെ രാജ്യം ഇവിടെ ഉണ്ട്. നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചൊരു ഒരു വാക്യമുണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനൊരു വാക്യം ഒറിജിനൽ ഇല്ല. അത് 16-ാം നൂറ്റാണ്ടിലെ നമ്മുടെ KJVയുടെ കണ്ടുപിടുത്തം. യഥാർത്ഥത്തിൽ അതിൻ്റെ മൂലഭാഷ പഠിച്ചാൽ ദൈവരാജ്യം അറൈവ്ഡ് എന്നാണ്, എത്തിച്ചേർന്നിരിക്കുന്നു. അറൈവ്ഡ്, ദൈവരാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്, അല്ലാതെ സമീപിച്ചിരിക്കുന്നു എന്നല്ല. എത്തിച്ചേർന്ന്, ഓൾറെഡി ദെയർ, അല്ലെങ്കിൽ ഓൾറെഡി ഹിയർ എന്നാണ്. അപ്പൊ ക്രൈസ്റ്റ് വന്ന് സ്ഥാപിച്ച രാജ്യം ഇന്ന് വരെ അവസാനിച്ചിട്ട് ഇനി അവസാനിക്കത്തുമില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ്, എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയ സുവിശേഷം മനുഷ്യനെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് ദൈവം മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന സുവിശേഷം അല്ല. ഞാൻ പ്രസംഗിക്കുന്ന, യേശു പ്രസംഗിച്ച, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം, നിന്റെ രാജ്യം ഇവിടെ വരണം, ആ രാജ്യത്തിൽ ജീവിക്കാൻ ആളുകളെ പരിചയപ്പെടുത്തുന്ന സുവിശേഷമാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ചത്തിട്ട് പോകുന്ന സ്ഥലമല്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾ, വീണ്ടും ജനനത്തിൻ്റെ മഹത്വത്തെ പ്രാപിച്ചവർ, ആ ബോധ്യം പ്രാപിച്ചവർ ജീവിക്കുന്ന ജീവിതമാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗം മനസ്സിലാക്കാനായിട്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കും. ഇനി നമ്മൾ എടുക്കേണ്ടത് ദാനിയേലിൻ്റെ പ്രവചനം തന്നെ 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ കണ്ടു, അതായത് ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവയെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞതോ, 4-ാമത്തെ മൃഗമാണ് നമ്മുടെ മെസ്സേജ് കേട്ടോ. 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. 5-ാമതല്ല, 4-ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. ഈ 10 കൊമ്പ് നിങ്ങളുടെ ഓർമ്മയെ വെച്ചേക്കണം. ഈ 10 കൊമ്പ് നമ്മൾ
മഹാസർപ്പത്തെ കുറിച്ച് പഠിച്ചപ്പോൾ കാണുന്നു മഹാസർപ്പത്തിന് 10 കൊമ്പുണ്ട്. ആ 10 കൊമ്പിൽ 10 കിരീടമുണ്ട്. ഈ മഹാസർപ്പം ഇരിക്കുന്നത് 7 മലയിലാകുന്നു. അപ്പോൾ 7 മലയിൽ ഇരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചോ. ഇപ്പം ഇവിടെ 4ാമത്തെ മൃഗം നമ്മൾ കാണുന്നത്, 4ാമത്തെ മൃഗത്തെ കാണുന്നത് വ്യത്യസ്തമായ ഒരു സാമ്രാജ്യം ഉത്ഭവിക്കുകയാണ്. ഇനി അതിൻ്റെ 27ാമത്തെ വാക്യം നോക്കിയേ. പിന്നെ താഴോട്ടുള്ള ഭാഗം തന്നെ നിങ്ങൾ 26, എന്നാൽ ന്യായവിസ്താര സഭ എഴുന്നേറ്റ്, അതായത് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ 10 രാജാക്കന്മാരാകുന്നു, ഇത് യൂറോപ്യൻ യൂണിയനാന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരുത്തം പ്രസംഗം കേട്ടു, ബ്രിട്ടൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് യൂറോപ്യൻ യൂണിയൻ 10 ആകും, 10 ആയ 10 രാജാക്കന്മാരാകും, അപ്പോൾ യേശു വരും. യേശു ഇനി അടുത്ത 6 മാസത്തിനകത്ത് വരുമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകളെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ശരി. അവൻ അത്യുന്നതനായവൻ വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും കാലവും കാലങ്ങളും കാലാംശവും 3.5 വർഷം, കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അതായത് വിശുദ്ധനം. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ്, ഞാനിത് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട്, ന്യായവിസ്താര സഭ ഏതാണ്? വെളിപ്പാട് പുസ്തകത്തിൽ 24 മൂപ്പന്മാരാണ്. ഐറിൻ കാദോഷ്, അതായത് 24 മൂപ്പന്മാർ, അവരാണ് ന്യായവിസ്താര സഭ. ആ സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞു. നിങ്ങളിത് ബൈബിൾ വായിക്കുമ്പോൾ 24 സഭ, നമ്മൾ എവിടെയെല്ലാം ഇത് തകരുമോ അവിടെയെല്ലാം 24 മൂപ്പന്മാർ യേശുവിനെയും കുഞ്ഞാടിനെയും വീണ് നമസ്കരിക്കുന്ന കാണാൻ പറ്റും. അപ്പം ഈ താഴെ നടക്കുന്ന ആധിപത്യങ്ങൾക്ക് അന്ത്യം കുറിക്കുന്നത് ഈ ഐറിൻ ഖാദിഷാണ്, അല്ലെങ്കിൽ ഈ വിസ്താര സഭയാണ്. അന്തം വരെയും നശിപ്പിച്ച് മുടിപ്പിക്കും. അടുത്തത് പിന്നെ 27, പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ശ്രദ്ധിക്കുക, ഫലം കൊടുക്കുന്ന ജാതി, അതായത് ഈ കുടിയാന്മാരെ നിഗ്രഹിച്ച് രാജ്യം ഫലം കൊടുക്കുന്ന വേറൊരു ജാതിക്ക് കൊടുക്കും, വേറൊരു നേഷന് കൊടുക്കും. ഇവിടെ പറഞ്ഞേക്കുന്നത് അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ന്യൂ കവനന്റ് ചർച്ച്. അവന്റെ രാജ്യത്വം നിത്യരാജ്യം. എവിടെയൊക്കെ കർത്താവിന്റെ രാജ്യത്വം പറയുന്നു അതെല്ലാം നിത്യരാജ്യത്വമാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. ഞാൻ 100% വിശ്വസിക്കുന്നു യേശുവിന്റെ രാജ്യം അവസാനിക്കത്തില്ല. നീ പറഞ്ഞ വചനം അങ്ങനെ തന്നെ സത്യമാണ്. ഞാൻ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. 4ാമത്തെ മൃഗം, 5ാമതൊരു സാമ്രാജ്യം. 4ാമത്തെ ലെവൽ, 4ാമത്തെ മൃഗത്തിന്റെ സമയത്താണ് അത്യുന്നതൻ ഇവരെ നശിപ്പിച്ചിട്ട് രാജ്യം പുത്രനെ ഏൽപ്പിച്ച ആ ആധിപത്യം എന്നേക്ക് നിലനിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, കുടിയാന്മാരെ നിഗ്രഹിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന ആ രാജ്യത്തെ എടുത്ത് ഫലം കൊടുക്കുന്ന വേറൊരു ജാതിക്ക് കൊടുക്കുന്ന സമയത്ത് ഇവരെ ധൂളിപ്പിക്കുന്ന, ഇവരെ തകർത്ത് കളയുന്ന ആ കല്ല് വന്ന് ഇവരെ തകർക്കുകയും രാജ്യം ആ നിമിഷം തന്നെ മറ്റൊരാൾക്ക് കൈമാറ്റപ്പെടുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ മനസ്സിലാക്കണം. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് 4ാമത്തെ രാജ്യമാണ്. 4ാമത്തെ രാജ്യം ഞാനിത് ഒന്നും മനസ്സിലാക്കിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ബാക്കിലോട്ട് ദാനിയേൽ പ്രവചനത്തിലേക്ക് തന്നെ പോവുക. 2ാം അധ്യായത്തിൽ പറയുന്നത് തങ്കം കൊണ്ടുള്ള തല, അത് ബാബിലോൺ. ഞാൻ പറഞ്ഞ ബാബിലോൺ, ഈ ബാബിലോണ് രാജാവായ ബേൽത്ത്ശസ്സർ ഒരിക്കൽ ദൈവാലയത്തിനകത്തെ താൻ കൊള്ളമുതലായിട്ട് കൊണ്ടുവന്ന സകല പൊൻപാത്രങ്ങളെയും വെള്ളിപ്പാത്രങ്ങളെയൊക്കെ എടുത്ത് വിരുന്നൊരുക്കി അതിനകത്ത് വീഞ്ഞ് പകർന്ന് തൻ്റെ ഗസ്റ്റിനെല്ലാം കൂടെ കൊടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഗസ്റ്റിന് ഇത് കൊടുക്കുമ്പോൾ ഇവരിത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവന് ന്യായവിധി എഴുതി, മെനമെനത്തെക്കൽ ഉഫ്രസീൻ എന്ന് പറഞ്ഞ അവൻ്റെ ന്യായവിധി ദൈവം വിരലുകൊണ്ട് എഴുതി കൊടുത്തു അവൻ്റെ ചുവരിൽ. അങ്ങനെ എഴുതിയിട്ട് അന്ന് രാത്രി ബെൽത്ത്ശസ്സർ കൊല്ലപ്പെട്ടു. ദ സെയിം നൈറ്റ് പേർഷ്യൻ രാജാവ്, മേത്യ പേർഷ്യ രാജ്യം, നമുക്കത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞോളാം, ഞാൻ ഒറ്റ പോയിന്റിലങ്ങ് പറയാം, ഇന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രം. ആ രാത്രി തന്നെ ഇവരെ
കീഴടക്കി, ബാബിലോണിനെ അറ്റാക്ക് ചെയ്തു. ഒറ്റ ഗ്യാപ്പില്ല കേട്ടോ, ഗ്യാപ്പില്ല. അതായത് കഴുത്തിനും തലയ്ക്കും ബോഡിക്കും തമ്മിൽ, ആ കഴുത്തിനും തമ്മിൽ എന്തില്ല, ഗ്യാപ്പില്ലല്ലോ. അപ്പോൾ ഉടനെ തൊട്ടടുത്ത് തന്നെ മേദ്യ പേർഷ്യ തുടങ്ങും. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവിനെ കൊന്നുകൊണ്ടാണ് താമ്രം. ആ താമ്രം ആരാണ് നമുക്കറിയാം. ഞാൻ പറഞ്ഞതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. താമ്രം അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. സോ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആ മേദ്യ പേർഷ്യ തകർത്തുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തൊട്ടടുത്ത് വിത്തൗട്ട് എനി ഗ്യാപ്പ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ, അദ്ദേഹത്തിന് 30ാമത്തെ വയസ്സിൽ താൻ മരിക്കുന്നുണ്ട്. 4 സൈന്യാധിപന്മാർ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ 4ആയിട്ട് വിഭജിക്കുന്നുണ്ട്. എപ്പിപ്പാനോസ് എന്ന് പറയുന്ന ഒരുത്തൻ ആണ് യെരുശലേമിൻ്റെ ആ ജുഡിയായുടെ കൺട്രോളിൽ വന്നത്. അദ്ദേഹം യെരുശലേമിനകത്ത് കടന്നു വന്ന് തന്നെ അതിനെ അശുദ്ധമാക്കി, അതിനകത്ത് പന്നിയെ യാഗം നടത്തി. ഈ എപ്പിപ്പാനോസിനെ കൊന്നുകളഞ്ഞത് അത് BC 162 ഞാനിതിന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഇത് ഓരോ മൃഗങ്ങളെയും ഓരോ രാജ്യങ്ങളെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എന്നാലേ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ അതിനെ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അപ്പം ഈ എപ്പിപ്പാനോസിനെ കൊന്നുകളഞ്ഞു. ആരാ കൊന്നെന്നറിയുമോ? മക്കാബിയർ. നമ്മൾ കത്തോലിക്ക ബൈബിളിൽ മക്കാബിയർ ഉണ്ട്, മക്കാബിയറിൻ്റെ പുസ്തകമുണ്ട്. ഈ മക്കാബിയർ അത് നിങ്ങൾ വായിക്കണം. നമ്മളത് വേണ്ടെന്ന് വെച്ചാൽ ആദ്യ കാലത്ത് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഏറ്റവും ഹിസ്റ്റോറിക്കലി നമുക്ക് ഒത്തിരി പ്രയോജനമുള്ളതാണ്. മക്കാബിയർ സഹോദരന്മാരിൽ 6 സഹോദരന്മാർ ചേർന്നാണ് ഈ എപ്പിപ്പാനോസിനെ കൊന്നുകളഞ്ഞത്. അപ്പം എപ്പിപ്പാനോസിനെ കൊന്നിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം അവിടം കൊണ്ട് യഹൂദൻ്റെ മീതെയുള്ളത് അവസാനിക്കും. അതിനുശേഷം നമ്മുടെ ആളുകൾ എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത് റോമാണെന്ന്. പക്ഷെ റോമിൻ്റെ ആധിപത്യം അതിൻ്റെ ശക്തിയോടെ ആരംഭിച്ചത് BC 27 162 BC-യിൽ അലക്സാണ്ടർ സാമ്രാജ്യം യവന സാമ്രാജ്യം അവസാനിച്ചു. താമ്രം അവസാനിച്ചു. ഈ അരക്കെട്ട് വരെ അവസാനിച്ചു. ഇനി അടുത്ത തുടയാണ്. ആ തുടയ്ക്കും അരക്കെട്ടിനും ഇടയ്ക്ക് വലിയ ഗ്യാപ്പൊന്നുമില്ല. അതായത് ബോഡിയാണ്, സെയിം ഫ്ലോയിലാണ് ആ ബോഡി. അതിനിടയ്ക്ക് ഒരു സാമ്രാജ്യമില്ല. പക്ഷേ അടുത്തു വരാൻ പോകുന്ന സാമ്രാജ്യം, ഇതാണ് നമ്മുടെ ചിന്ത. അടുത്തു വരാൻ പോകുന്ന സാമ്രാജ്യം റോമാണെങ്കിൽ റോം ആരംഭിക്കേണ്ടത് BC 162 കാരണം എപ്പിപ്പാനോസിനെ കൊല്ലുന്നതിനടുത്ത് തന്നെ സാമ്രാജ്യം ആരംഭിക്കണം. പക്ഷേ ആ യവന സാമ്രാജ്യം അവസാനിച്ചിട്ട് 142 വർഷത്തിന് ശേഷമാണ് 140 വർഷത്തിന് ശേഷമാണ് റോമിൻ്റെ ആധിപത്യം തന്നെ ഈ ഏരിയയിൽ ആരംഭിക്കുന്നത്. ആ 140 വർഷം ഇസ്രായേൽ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, സ്വതന്ത്ര രാജ്യമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ശക്തമായ ഒരു രാജവംശം അവിടെ ഉരുവായിരുന്നു. അത് റോമല്ല. അപ്പം ഈ കാണാൻ പോകുന്ന മൃഗം, 4ാമത്തെ മൃഗം അല്ലെങ്കിൽ 4ാമത്തെ സാമ്രാജ്യം, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന കൈതൊടാത്ത കല്ല് വന്ന് പതിക്കേണ്ടത് റോമിൻ്റെ പുറത്തല്ല. കാരണം അധികാരം റോമിൽ നിന്ന് വാങ്ങാനല്ല യേശു വന്നത്. ഇതാണ് എൻ്റെ വിഷയം. റോമിൻ്റെ പക്കൽ നിന്നല്ല കർത്താവ് രാജ്യം വാങ്ങിച്ചത്. യഹൂദായെക്കുറിച്ച് യാക്കോബ് പറഞ്ഞ പ്രവചനം ഉൽപ്പത്തി പുസ്തകം 49 എന്താ അവിടെ എഴുതിയേക്കുന്നത്? യഹൂദ ബാലസിംഹമാണ്, അതായത് ഷിലോഹ് വരുവോളം, അവകാശമുള്ളവൻ വരുവോളം അധികാരവും രാജദണ്ഡും യഹൂദയുടെ പക്കൽ നിന്നും നീങ്ങി പോകില്ല. അപ്പം രാജദണ്ഡും അധികാരവും സിംഹാസനവും യഹൂദന്റെ കയ്യിലിരിക്കണം യേശു വരുമ്പോ. അപ്പൊ യേശു വരുമ്പോൾ ആ സാമ്രാജ്യം റോമല്ല ഇരിക്കേണ്ടത്, റോമിന്റെ കയ്യിലാവരുത്.
1-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കർത്താവ് വന്നപ്പോൾ യെരുശലേമിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് റോമല്ല. റോമിലെ ഗവർണർ മാത്രമേ ഇവിടെ ഉള്ളൂ. പീലാത്തോസ് ഒക്കെയുള്ള ഗവർണർ എന്ന് പറഞ്ഞാൽ കിങ്ഡത്തിന്റെ റെപ്രസെന്റേറ്റീവ്സാണ്. ദേ ആർ നോട്ട് കിങ്സ്. അവർ രാജാക്കന്മാരല്ല, അവർ അയക്കപ്പെട്ട ഗവർണേഴ്സാണ്. അപ്പൊ റോം എന്ന സാമ്രാജ്യത്തെ യെരൂശലേമിൽ സ്ഥാപിക്കാൻ അയക്കപ്പെട്ട ഗവർണർമാരുണ്ട് യെരൂശലേമിൽ. പീലാത്തോസ് എന്ന് പറഞ്ഞ ഒരാള് ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, പൈലറ്റ്. പക്ഷെ യേശു കർത്താവ് ഭൂമിയിൽ പൂജാതനാകുമ്പോൾ അവന്റെ കാലത്ത് അന്ന് യെരൂശലേമിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഹെരോദാവാണ്. ഹെരോദാവ് റോമിന്റെ ആളല്ല. ഹെരോദാവ് നമ്മുടെ നേരത്തെയുള്ള മക്കാബിയ സഹോദരന്മാർ അവരിലൂടെ ആരംഭിച്ച ഒരു രാജവംശമുണ്ട്. ആ രാജവംശത്തിന്റെ ഭാഗമാണ്. യഹൂദൻ തന്നെയാണ് ഇപ്പോൾ ഭരണം. നിങ്ങൾക്കറിയാമോ ആരുടെ പക്കൽ നിന്നാണ് ഇത് പിടിച്ചു വാങ്ങേണ്ടത്? യഹൂദന്റെ പക്കൽ നിന്ന് തന്നെയാണ് ഇത് പിടിച്ചു വാങ്ങേണ്ടത്. അവനെ ധൂളിപ്പിച്ച്, അവനെ നിഗ്രഹിച്ച് ഈ രാജ്യത്തെ എടുത്ത് കൊടുക്കാനായി ആരുടെ കയ്യിൽ? ഫലം കൊടുക്കുന്ന ജാതിയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് അവൻ തൻ്റെ മഹാശക്തിയോടെ ഇറങ്ങി വന്നു. അവൻ വരികയും ചെയ്തു, രാജ്യം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു, കൊടുക്കേണ്ടവരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. എന്നിട്ടിത് വാങ്ങിച്ച ആളുകൾക്ക് ഇതുവരെ നമ്മളാണോ വാങ്ങിച്ചതെന്ന് അറിയാതെ എവിടെയാണ്ടൊക്കെ നോക്കിക്കൊണ്ട് ഇനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുക. ഞാനിതൊക്കെ പറയുമ്പോൾ ഉടനെ പറയും, അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേറ്റിട്ടുണ്ട്. എന്ത് പറഞ്ഞാൽ ഉടനെ നമ്മളെ കുറ്റം പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാലും ഉടനെ പറയുന്നവരുടെ തലയ്ക്ക് കയറുക, അവനെ കുറ്റം പറയുക, അവനെ ദുരുപദേശകനാക്കുക, അവനെ കൊള്ളനോണ് കൊള്ളക്കാരനോണ് ഇങ്ങനെയൊക്കെ പറയുക. കാരണം രക്ഷപ്പെടാനുള്ള വേറെ വഴിയില്ലല്ലോ. അല്ല, എനിക്ക് പിന്നെ എന്താ, എനിക്കെന്താ ജോലി? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് എല്ലാ ദിവസവും വൈകിട്ട് ഇങ്ങോട്ട് വന്ന് ദുരുപദേശം പറയുന്നതാണ് എൻ്റെ ജോലി. കേരളം മുഴുവൻ പാഴായിട്ട് കിടക്കുക. കാരണം രാജ്യം ഓൾറെഡി കർത്താവ് കൈമാറി കഴിഞ്ഞു. നമ്മൾ ആ 4th കിങ്ഡത്തിൻ്റെ ബേസിലാണ് ഇത് മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞ ഓൾറെഡി രാജ്യം ജാതികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അതിലേക്ക് തന്നെ പോകും. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇന്ന് പോകുന്ന ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്ന് തരുന്നത്. എന്തുകൊണ്ട് ബീസ്റ്റ് എന്ന് പറയുന്നത്, മൃഗമെന്ന് പറയുന്നത് റോം അല്ല? അതിൽ ഒന്നാമത്തെ കാരണം, ഈ കല്ല് വന്ന് വീഴുമ്പോൾ, ആ കല്ല് വന്ന് തകരുമ്പോൾ അത് നിഗ്രഹമാണ്. അത് നടന്നത് AD 70-ലാണ്. AD 70-ൽ ആ കല്ല്, കൈതൊടാത്ത കല്ല്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് വന്ന് വീണത് യെരൂശലേമിൻ്റെ മണ്ടല. അതിനെ ധൂളിപ്പിച്ച് കളഞ്ഞു, സാമ്രാജ്യങ്ങളെ മൊത്തം ധൂളിപ്പിച്ചു. അന്ന് റോം അല്ല യെരൂശലേമിനെ ഭരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, റോം സത്യത്തിൽ നല്ലപോലെ ചരിത്രങ്ങൾ പഠിച്ച നിങ്ങൾ വാർ ഓഫ് ദി ജൂസ് എന്ന് പറയുന്ന ആൻറ്റിക്വിറ്റി, നമ്മുടെ ജോസിഫസിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. റോം ആകെപ്പാടെ AD 70-ലെ 5 മാസം മാത്രമേ, വെറും 5 months മാത്രമേ യെരൂശലേമിനെ ഉപരോധിച്ചിട്ടുള്ളൂ. അവിടെ നടന്ന സകല കൂട്ടക്കൊലയുടെയും സകല കൊലപാതകങ്ങളുടെയും കാരണക്കാര് യഹൂദന്മാർ തന്നെയാണ്. റോമിൻ്റെ അക്രമം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ റോം വാസ്തവത്തിൽ ഈ പ്രശ്നത്തിനകത്ത് വളരെ 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 ചെറിയ കാലം, വെറും 5 months ഉള്ളൂ. നിങ്ങളത് വിക്കിപീഡിയ മറ്റ് ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. സീജ് ഓഫ് ജെറുസലേം ഒരു 5 months ആണ്. AD 70-ൽ ഓഗസ്റ്റിലാണ് യെരൂശലേം ദേവാലയം ഇല്ലാതാകുന്നത്. അതിൻ്റെ കാരണക്കാർ മുഴുവൻ, അത് തകരാൻ കാരണക്കാർ ഇസ്രായേലിലെ സെലറ്റ്സ് മൂവ്മെൻറ്റ്സ് ആണ്. അവർ കാരണമാണ് യെരൂശലേമിന് നാശം വരാൻ കാരണം. ടൈറ്റസിന് ഒരിക്കലും യെരൂശലേമിനെ നശിപ്പിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. അതിനെ നശിപ്പിക്കണമെന്നോ അതിനകത്ത് കൊള്ളയടിക്കണമെന്നോ ഒന്നും അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഈ യെരൂശലേമിനെ കൈവശപ്പെടുത്തി അതിനകത്ത് സീസറിൻ്റെ ഒരു വലിയ ബിംബം കൊണ്ട് സ്ഥാപിക്കണം എന്ന്, അതിനെ നിലനിർത്തണമെന്നായിരുന്നു ടൈറ്റസിൻ്റെ ആഗ്രഹം. ഇത് യാദൃച്ഛിക
ഒരു സൈന്യാധിപൻ ഈ സെലറ്റ്സിനെതിരെ എഴുത ഒരു തീയമ്പാണ് പോയി വീണ് അതിനെ നശിപ്പിക്കുക. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ തീ പോലെ എന്തോ ഒന്ന് പറഞ്ഞു വന്ന് വീണെന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെയാണ് സംഭവം. വന്ന് വീണ് യെരുശലേമിനെ കത്തിക്കുകയായിരുന്നു. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിലയിൽ അത് നശിച്ചു പോവുകയായിരുന്നു. ഒരിക്കലും റോമിന്, കാരണം റോം നശീകരിക്കുന്നവരല്ല, റോം പണിയുന്നവരാണ്. അവർ ബിൽഡിംഗ് മോനുമെന്റ്സ് പണിയുന്നവരാണ്. അവരൊരിക്കലും നശീകരിക്കാൻ വരുന്നവരാണ്. നാശകോടാലി എന്ന് പറയുന്നത് ഈ സെലറ്റ്സ് മൂവ്മെന്റിലെ ഇസ്രായേൽ തന്നെയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് റോം അല്ല, കാരണം ഇത് നിഗ്രഹിച്ചത് റോം ആണെങ്കിൽ AD 70 ശേഷം റോം പാടില്ല. റോം എന്ന സാമ്രാജ്യം ഭൂമിയിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുന്നത് AD 400 ശേഷമാണ്. AD 400 വരെ റോം എന്ന സാമ്രാജ്യം ഭൂമിയിലുണ്ട്. അപ്പം മൃഗം കൊല്ലപ്പെടുന്നത്, മൃഗം കത്തിച്ചു പൊളയുന്നത് AD 70 കൂടെ ആണെങ്കിൽ ആ മൃഗം ഒരിക്കലും റോമാകാൻ പാടില്ല. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മൃഗത്തെ കൊല്ലുന്നുണ്ട്. അതായത് ദാനിയേൽ പ്രവചനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, 7:17 ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുവാനും 4 രാജാക്കന്മാരുന്നു. അവർ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്ക് രാജ്യത്വം അനുഭവിക്കും. 23-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. അത്യുന്നതന് വിരോധമായിട്ട് അവരെ ഒടുക്കിക്കളയും, അവരെ നശിപ്പിച്ചു കളയും. മൃഗത്തെ നശിപ്പിക്കുന്നുണ്ട്, ബേൺ ചെയ്യുന്നുണ്ട്. അതായത് 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, 7:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുള്ള ശബ്ദം നിമിത്തം ഞാൻ അന്നേക്ക് നോക്കി, അവർ മൃഗത്തെ കൊന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മൃഗം കൊല്ലപ്പെടുന്നു. മൃഗം റോം ആണെങ്കിൽ റോം ഒരിക്കലും AD 70 കൊല്ലപ്പെട്ടിട്ടില്ല. ഈ വ്യൂസിനെ ആളുകൾ എതിർക്കുമ്പോൾ എടുക്കുന്ന കുറച്ച് ആയുധങ്ങളാണ് ഇതൊക്കെ. സത്യത്തിൽ ദൈവം ഒരു കാലത്തും സത്യങ്ങളെ മറച്ചു വെക്കത്തില്ല. കാര്യങ്ങൾ മറയ്ക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണെങ്കിൽ അത് ആരായുന്നത് രാജാക്കന്മാരുടെ മഹത്വമാണ്. അപ്പം ഞാൻ എത്രത്തോളം ഇതിനകത്ത് ഉറപ്പുള്ളവനായതിൻ്റെ കാരണം കൃത്യമായി ഈ ഒരു വ്യൂവിലേക്ക് വന്നുകൊണ്ടാണ്. ഈ വ്യൂവിലേക്ക് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ തുനിയത്തില്ലായിരുന്നു. കാരണം വെളിപ്പാട് പുസ്തകം ഞാൻ പഠിപ്പിക്കാൻ തുനിഞ്ഞതിൻ്റെ ഏക കാരണം ഈ മൃഗമെന്ന് പറയുന്നത് എബ്രായരാണെന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെട്ടതുകൊണ്ടാണ്. ഇത് റോം ആയിരുന്നെങ്കിൽ ഞാൻ എന്നേ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്തേനെ. പക്ഷെ എനിക്കിന്ന് വളരെ നല്ല ഉറപ്പുണ്ട്, ഈ സാമ്രാജ്യം 4-ാമത്തെ മൃഗം, ആ മൃഗത്തിൻ്റെ ഭരണകാലത്താണ് ഈ കല്ല് വരേണ്ടത്. ആ 4-ാമത്തെ മൃഗം അന്ന് വന്ന് അതിനെ പൊടിയാക്കണം, ആ കല്ല് വളരണം, ആ കല്ല് വന്ന് ധൂളിപ്പിക്കുമ്പോൾ ആ രാജ്യം എടുത്ത് വേറൊരു ജാതിക്ക് കൊടുക്കണം. അപ്പം നമ്മളിവിടെ വലിയൊരു പ്രശ്നത്തിലാണ്. ഇവിടുത്തെ പ്രശ്നം, ഇപ്പം നമ്മളിത് ആളുകളോട് പറഞ്ഞാൽ പറയും അതിന് 2000 വർഷം, എല്ലാത്തിനും 2000 വർഷത്തെ ഗ്യാപ്പാണ്. ഇതാണ് പ്രശ്നം. അപ്പം 70 ആഴ്ചവട്ടം നിങ്ങൾ പഠിപ്പിച്ചു നോക്കി. 70 ആഴ്ചവട്ടം ഇവിടുത്തെ സകല ഡിസ്പെൻസേഷനിൽ ആളുകളോട് പഠിച്ചു നോക്കുക. പെന്റിക്കോസ്റ്റിലാണ് കൂടുതൽ, 99.99% ഈ വ്യൂ ആണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ പറയുന്നത് കേട്ടിട്ട് ഞങ്ങളും അങ്ങനെയാണെന്ന് പറയുന്ന പുള്ളികളുണ്ട്. ഇപ്പം ഞാനിത് പറയുന്നുണ്ട്. ഇതൊരു 5 വർഷം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പെന്തിക്കോസുകാർ ഇത് വിശ്വസിക്കും. നിങ്ങൾ നോക്കിക്കോ. കാരണം 10 വർഷത്തിന് മുമ്പേ കൃപ പറയാൻ തുടങ്ങിയപ്പോൾ അതിനെ ചീത്ത വിളിച്ച് ഞങ്ങളെ പടിയടിച്ച് പിണ്ടം വെച്ച് ചാണകമൊക്കെ തളിച്ച് ഭയങ്കരന്മാരാന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ അതെല്ലാം എടുത്ത് മാന്തിപ്പറക്കി തിന്നാൻ തുടങ്ങി. മനസ്സിലായോ? അന്നത്തെ ഉച്ചിഷ്ടവും അമേദിയും എല്ലാം കൂടെ മാന്തിപ്പറക്കി ഇപ്പോൾ അതിനകത്തുള്ള കീടങ്ങളൊക്കെ തീറ്റി തുടങ്ങി. ഇപ്പം ഈ ആദ്യം ഒന്നും സ്വീകരിക്കത്തില്ല. ആദ്യം നമ്മളെ മഹാദുഷ്ടന്മാരാക്കും. എന്നിട്ട് നമ്മളില്ലാത്ത സമയത്ത് നിന്നിട്ട് ഇതങ്ങ് അടിച്ചു തിന്നും. ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഇവിടെ കാരണം കൊറോണയൊക്കെ മാറും. ഈ ID 2020 ഈ പ്രസംഗിക്കുന്നവൻ്റെ നെഞ്ചത്തും വരും, ആധാർ വരും. അപ്പം ആധാർ വന്നപ്പോൾ അന്തിക്രിസ്തു എന്ന് പറഞ്ഞ ഉദ്ദേശിയുടെ പോക്കറ്റിൽ ഇപ്പോൾ ആധാറിൻ്റെ കാർഡുണ്ട്. ATM കാർഡ് വന്നപ്പോൾ അത് അന്തിക്രിസ്തു എന്ന് പറഞ്ഞ പുള്ളികളുണ്ട്. ATM കാർഡ് ഈ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ വേണ്ട, നമുക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ പോലെ എന്ത് നല്ല കാര്യം ഭൂമിയിൽ സംഭവിച്ചാലും അത് അന്തിക്രിസ്തു ആണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് മന്ദബുദ്ധികൾ ഈ ഭൂമിയിലുണ്ട്. ഇവൻ്റെ എല്ലാം കയ്യിൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സംഭവമുണ്ട്. ഇവർ പറയുന്നത് ഞാൻ പറയുന്ന ആൻറ്റി ക്രൈസ്റ്റ് വെളിപ്പാട് ദിവസത്തിലില്ല. സന്തോഷ വാർത്തയാണ്, വെളിപ്പാട് ദിവസത്തിൽ അന്തിക്രിസ്തു ഇല്ലെന്ന്. അല്ലെങ്കിൽ ധൈര്യമുള്ള ചുണയുള്ളവന്മാർ തെളിയിക്കട്ടെ.
വെളിപ്പാട് പുസ്തകത്തിൽ ആന്റി ക്രൈസ്റ്റ് ഉണ്ടെന്ന് തെളിയിക്കുന്നവൻ തെളിയിക്കട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ. ഞാൻ വെല്ലുവിളിക്കുക. ചുണയുണ്ടെ തെളിയിക്കും. നിങ്ങൾ എത്ര വലിയ പണ്ഡിതനാണെന്ന് തെളിയിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ആന്റി ക്രൈസ്റ്റ് ഉണ്ടെന്ന്. ആന്റി ക്രൈസ്റ്റ് ഒരു പദം കാണിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ അന്തിക്രിസ്തു ഇല്ല. കാരണം അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ, എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആളിന്റെ നേച്ചർ കൊല്ലുന്നതല്ല. എതിർ ക്രിസ്തുവിന്റെ നേച്ചർ, ആന്റി ക്രൈസ്റ്റിന്റെ നേച്ചർ ക്രൈസ്റ്റിന് ആന്റിയാണ്, ക്രൈസ്റ്റിന് എതിരാണെന്ന്. എന്താ ക്രൈസ്റ്റിന് എതിരാൻ കാരണം? ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ദൈവപുത്രൻ, വചനം ജഡമായി തീർന്ന ആളാണ് ക്രിസ്തു. വചനം ജഡമായി തീർന്ന ക്രിസ്തു, അതാണ് ക്രിസ്തു. ആ ക്രിസ്തു എന്ന് പറഞ്ഞാൽ തന്നെ മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നാണ്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്ത ഏതൊരാത്മാവും എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ മുദ്രയിടാൻ വരുന്ന ആളൊന്നുമല്ല. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിലില്ല. ഇത് ഞാൻ ആത്മലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ചലഞ്ചാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങളത് തെളിയിക്കാമെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാദ ശുശ്രൂഷ ചെയ്തോളാം. വെളിപ്പാട് പുസ്തകത്തിൽ ആന്റി ക്രൈസ്റ്റ് ഉണ്ടെന്ന് തെളിയിക്കേ. യോഹന്നാന്റെ ലേഖനത്തിലുണ്ട് ആന്റി ക്രൈസ്റ്റ്. യോഹന്നാന്റെ ലേഖനത്തിലെ ആന്റി ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ വിശ്വസിക്കാത്ത ഗ്നോസ്റ്റിസ് ആണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്യണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബീസ്റ്റ് ഇസ് ഡിഫറെൻ്റ് ആണ്. ബീസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനതയാണ്. അതിന് നമ്മൾ ബൈബിളിൽ ഇതിന് ഈ ബീസ്റ്റിനെ ഇസ്രായേലായിട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരുപാട് കേസസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. ബൈബിളിൽ ഇതിനെ ഈ യഹൂദന്മാരെ മൃഗമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോസ്തലന്മാരായാലും പറഞ്ഞിട്ടുണ്ടോ? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന് 32-ാം വാക്യം, 1 Corinthians chapter 15 verse 32. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനം? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ കടന്നു വരുമെന്ന്. കൊടിയ ചെന്നായ്ക്കൾ. അപ്പം യഹൂദന്മാരെ കുറിച്ച് പൗലോസ് വിളിച്ചത് കൊടിയ ചെന്നായി എന്ന്. എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തെന്ന്. ഹി ഫോട്ട് വിത്ത് ദ ബീസ്റ്റ് എന്ന്. ഹൂ ഇസ് ദാറ്റ് ബീസ്റ്റ്? രണ്ടർത്ഥം പറയുന്നുണ്ട് അക്ഷരികമായ മൃഗത്തോട്. പക്ഷേ രണ്ടാമതൊരർത്ഥം യഹൂദൻ എന്ന് പറയുന്ന മൃഗം. ഈ യഹൂദനെ മൃഗമായിട്ട് അപ്പോസ്തലനായ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 6:12 നമ്മുടെ ആളുകൾക്കൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കപ്പെടുന്ന, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അറിയാലോ വാക്യം. വാഴ്ചകളോടും അധികാരങ്ങളും ഇത് ഏതാ സാധനം? വാഴ്ച, അധികാരം, വാഴ്ചകൾ, അധികാരം, അന്ധകാരത്തിൻ്റെ ലോകാധിപതി, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഇതാരാ? മന്ത്രവാദം? നോ. പിന്നെന്താ? യഹൂദന. അന്നത്തെ ജൂയിഷിന്റെ കൾച്ചറും ജൂയിഷിന്റെ ക്രിസ്തുവിന്റെ സഭയ്ക്ക് വിരുദ്ധമായിട്ട് നിന്ന മൃഗമാത്. ദുഷ്ട ആത്മസേന, വിക്കറ്റ് പീപ്പിൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പം ഇവര് നമ്മൾ 1 പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. 1 പത്രോസിന്റെ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നത്, അതിൻ്റെ 12-ാം വാക്യം വായിച്ചാൽ ദുഷ്ടജന്തുക്കൾ എന്ന് വിളിക്കുന്നു. പീറ്റർ തന്നെ അലറുന്ന സിംഹം എന്ന് വിളിക്കുന്നുണ്ട്. സാത്താൻ. ഞാനിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, സാത്താൻ എന്ന് പറയുന്ന സാധനം ലൂസി അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ വലിയ പ്രശ്നമാവും, എനിക്കറിയാം വലിയ പ്രശ്നമാവുമെന്ന്. കാരണം ഇവനിപ്പം പറയും അവന് നരകമില്ല, സ്വർഗമില്ല, ഇപ്പം അവന് പിശാചും ഇല്ല. അയ്യോ, ഞങ്ങൾക്ക് ആകെയുള്ളൊരു സന്തോഷമായിരുന്നു നരകവും പിശാചും. ഇപ്പോൾ ഇതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ക്രൈസ്തവ ലോകം പോകുന്നത് സാത്താൻ എന്ന് പറയുന്ന ഒരു അദർശ്യ ജീവിയുടെ കപ്പാസിറ്റിയിലാണ്. നിങ്ങൾ ധൈര്യം നിങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ പ്രസംഗങ്ങൾ എടുത്തു നോക്കും. പിശാച് രാത്രി നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പം ജനങ്ങളെ ഇളക്കാൻ പറ്റിയ വഴി എന്ന് പറയുന്നത് പിശാച. റാന്നിയിൽ ഒരു വലിയ തടിയനുണ്ട്. ഈ നിന്ന് ഭയങ്കര തടിയനായത്. അങ്ങാര് എഴുന്നേറ്റ് നിന്നാൽ പോരാട്ടമിട്ട് ബന്ധനമിട്ട് കെട്ടിട്ട് തകർക്കുമെന്ന് വെല്ലുവിളിച്ച് മുമ്പോട്ട് തള്ളി പുറകോട്ട് വലിച്ച്
നിന്നെ കൊണ്ടുപോകൂ എന്ന് വാദിക്കുന്ന ചില ശക്തികൾ വാക്തത്വങ്ങൾക്ക് വിരുദ്ധമായി, നന്മകൾക്ക് വിരുദ്ധമായി വെളിപ്പെടുമ്പോൾ ഇന്ന് കരമടിച്ചാരാധിക്കുന്ന നിനക്ക് വിടുതൽ തരുവോൻ ദൈവം വന്നിട്ടുണ്ട്. കുറെ മന്നകുത്തി പെണ്ണുങ്ങളിൽ നട്ടകടകാന്നടി ഈ മരമ വീട്ടി എന്തോ പറഞ്ഞെന്ന് ഇവരിതിൽ കേട്ടിട്ടില്ല. ഇവരുടെ വിചാരം സാത്താൻ ഇങ്ങനെ വീടിന്റെ വാതിൽക്ക് നിൽക്കുകയാണ്. ഇവിടുത്തെ മതങ്ങൾ ജനത്തെ കളിപ്പിക്കുകയാണ്. സാധുക്കൾ കളിപ്പിക്കപ്പെടുകയാണ്. ഈ ദുഷ്ടമൃഗങ്ങൾ എന്ന് വിശുദ്ധ ബൈബിൾ വിളിക്കുന്നത് യഹൂദനെ കുറിച്ചാണ്. അപ്പൊ സർവായുധ വർഗം ധരിച്ചോളാനല്ലേ? നിങ്ങളത് വായിച്ചു. എന്ത് ഈ സർവായുധ വർഗം? നീതി, രക്ഷ, സത്യം എന്ന ബെൽറ്റ്, വചനം എന്ന വാള്, വിശ്വാസം എന്ന പരിച, ഇതെല്ലാം എടുത്തുകൊണ്ട് സുവിശേഷം എന്ന ചെരുപ്പ്. ഇത് ആർക്കെതിരെ നിൽക്കാനാ? ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ. ആരെ എതിർക്കാനാ? ഈ മൃഗങ്ങളെ എതിർക്കാനാ. ഞാൻ ചോദിക്കുന്നു, എന്താണ് പിശാച് എന്ന് പറഞ്ഞൊരു അദർശ്യ രൂപിയാണെങ്കിൽ അങ്ങാർക്ക് ഈ രക്ഷയുമായിട്ട് എന്താ ബന്ധം? അങ്ങേർക്ക് സത്യവുമായിട്ട് എന്താ ബന്ധം? അപ്പൊ ഇവിടെ വിശുദ്ധ ബൈബിളിൽ ഈ മൃഗം, ഈ ബീസ്റ്റ്, ഈ വൈൽഡ് അനിമൽ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നതെല്ലാം ക്രിസ്തുവിനെ കളഞ്ഞ്, ദൈവത്തെ കളഞ്ഞ് അന്യപ്പെട്ടു പോയ യഹൂദ സമുദായമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സംഭവങ്ങൾ. നിങ്ങൾ മറക്കരുത്. നമ്മൾ ഇവിടെ കിടന്ന് കൊറോണയ്ക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതല്ല. 1-ാം നൂറ്റാണ്ടിൽ യഹൂദനും സഭയ്ക്ക് വിരുദ്ധമായ പ്രവർത്തികളും, യഹൂദന്റെ മേൽ വന്ന വിനാശവും, യഹൂദന്റെ നടുവിൽ നിന്ന കൊലപാതകങ്ങളും, യഹൂദന്റെ നടുവിൽ നടന്ന അക്രമങ്ങളും വർണ്ണിക്കാൻ പറ്റാത്തതാണ്. ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. ഇത്രയും വലിയ സംഭവങ്ങൾ ഇവിടെ കിടക്കുന്നത് ഹിസ്റ്റോറിക്കലി പ്രൂവ്ഡാണ്. ഇതാണ് മൃഗം. ഈ മൃഗമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മൃഗം. ഈ മൃഗത്തെയാണ് കർത്താവ് തൻ്റെ ശ്വാസത്താൽ കൊല്ലുന്നത്. ഈ മൃഗത്തെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിനകത്ത് തീപ്പൊയ്കയിൽ തള്ളിയിടുന്നത്. തീപ്പൊയ്കയിൽ തള്ളിയിടുകയാണ്. അതാരാ? ആ അപ്പോസ്റ്റഡ് ഇസ്രായേലാ. ആ തീപ്പൊയ്ക എന്ന് പറയുന്നത് ഗഗനയാണ്. അവിടെയാണ്, അവിടെ കൊണ്ട് കൊല്ലുകയാണ്. അപ്പം മൃഗം അവിടെ അവസാനം. അത് റോമല്ല. ഞാൻ ആദ്യം ഇത് പറഞ്ഞത് റോം അല്ലെന്ന് പറയാനാണ്. കാരണം റോം അല്ലെന്ന് നമ്മുടെ ബോധ്യം വന്നെങ്കിൽ പിന്നെ ആരാണെന്നുള്ള ചിന്ത നമുക്ക് വരത്തുള്ളൂ. ഇത്ര നിങ്ങൾക്ക് ബോധ്യമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ജോസഫസിന്റെ പുസ്തകത്തിൽ വാർ ഓഫ് ദി ജൂസ് ചാപ്റ്റർ 4 അല്ല ബുക്ക് 4 ചാപ്റ്റർ 4 3rd പാർട്ടിൽ ഇതിങ്ങനെ പറയുന്നത്, യു മേ, അതിനാൽ ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. യു മേ ഇഫ് യു പ്ലീസ് കം ഇൻ ടു ദ സിറ്റി thou not in the way of war, take a view of the marks still remain of what I know is say, I may see the house that have been depopulated by the rapacious hands, and those wives and family are in black mourning for their slaughtered relations. അതായത് ഈ ജ്യൂസ് വന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായ മർഡർ ചെയ്യുന്നുണ്ട്. And we have proceeded to the degree of madness, not only have transferred their imputed robberies out of the country and remote cities into the cities and the very face and head of the whole nations, but out of the city into the temple also. ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ പട്ടണത്തിലും ആലയത്തിനകത്തും സിറ്റിക്കകത്തും എല്ലാം they were doing so many. It's talking about zealots ആണ് കേട്ടോ. Then last thing, and this place which is adored by the habitable world, honored by such as only know it by report as far as the ends of the earth, it is trampled upon by these wild beasts born among ourselves. യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ജനിച്ചു വീണ വൈൽഡ് ബീസ്റ്റ് എന്ന് ജോസഫസ് വിളിച്ചേക്കാം. ഈ സൈമൺ ബർഗ് ജിയോറ എന്ന് പറയുന്ന സെലസിന്റെ ലീഡറിനെ കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, Simon himself captive and were present expectations that he would lay down his arms and make supplications to them for his wife, but instead of indulging any merciful affections, he grew very angry at them for seizing their beloved wife. So he came to the wall of Jerusalem and like the wild beast, when they were wounded and cannot be overtaken those that wounded them, he vented his spleen upon all the persons that he met them. Accordingly, he caught all those that were come out of the city gates. സൈമൺ
ബർഗ് ജിയോറ എന്ന് പറയുന്ന സെലസ് ഗ്രൂപ്പിന്റെ ലീഡറിനെ കുറിച്ച് ജോസീഫസ് പറയുന്നത് ഹി വാസ് എ വൈൽഡ് ബീസ്റ്റ്. സോ ഏറ്റവും ക്രൂരന്മാരായിരുന്നു ഇഡൂമിയൻസ്. നമുക്കറിയാം ഈ 7ാമത്തെ കാഹളം ഊതുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി 7000 പേർ കൊല്ലപ്പെട്ടു എന്നൊരു സംഭവമുണ്ട്. 7000 പേർ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് വാർ ഓഫ് ദ ജൂസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് ആക്ച്വലി അവിടെ നമ്മൾ കാണുന്നത് ഇസ് ഹാപ്പൻ ഇൻ ദ ഇയർലി AD 68 ഫെബ്രുവരി മാസത്തിൽ, ഫെബ്രുവരി അവസാനം മാർച്ചിന്റെ ആരംഭത്തിലാണ് ഒരു വലിയ ഭൂകമ്പം, അതായത് 7ാമത്തെ വെളിപ്പാട് ദിവസം 11 നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ കാണുന്നത് ദാറ്റ് സെയിം നൈറ്റ് ആൻ ആർമി ഓഫ് ഇഡൂമിയൻസ്, ഞാൻ പറഞ്ഞ ഇഡൂമിയൻസ് അറൌണ്ട് 20,000 ആർമിയുമായിട്ടാണ് റോമിനെ എതിർക്കാനായിട്ട് സെലസ് മൂവ്മെന്റിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് വരികയാണ്. ഈ ഇഡൂമിയൻസ് വർക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ സെലസ് കിൽഡിംഗ് ദോസ് ഹു ഹാവ് ട്രൈഡ് ടു കീപ് ദം ഔട്ട് ഓഫ് ദ സിറ്റി. ദ നെക്സ്റ്റ് മോർണിംഗ് 8,500 ഡെഡ് ബോഡീസ് വെർ ഫൗണ്ട്. ഇഡൂമിയൻസ് ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ 8,500 പേരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നോളൂ. ഇറ്റ്സ് ഹാപ്പൻഡ്. അപ്പോൾ 7,000 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃത്യമായിട്ടുള്ളതല്ല, ഇതൊരു അലിഗോറിക്കൽ നമ്പർ കൊടുത്തേക്കും. സോ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുക, ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഒരു മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുക. ഇറ്റ്സ് ഹാപ്പൻഡ്. സോ ദീസ് ആർ ദ ബീസ്റ്റ്. അപ്പം ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്. നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കേസസ് എൻ്റെ മുമ്പിൽ ഒരു 10-12 കേസസ് ഉണ്ട്. നമ്മൾ ബൈബിളിൽ തന്നെ ഇത് റോം അല്ലെന്ന് തെളിയിക്കാനുള്ളത്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല, കാരണം ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് നമ്മൾ നാളെ മുതൽ പോകും. കാരണം ഓരോ മൃഗങ്ങളെ എടുക്കാൻ പോവുകയാണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് തങ്കം നമ്മൾ ഓൾ തിങ്സ് നമ്മൾ ലേൺ ചെയ്തിട്ട് വിൽ ടോക്ക് അബൌട്ട് ദ ട്രൂ ബീസ്റ്റ് ഓഫ് ബുക്ക് ഓഫ് റെവലേഷൻ. സോ ബുക്ക് ഓഫ് റെവലേഷനിലെ ബീസ്റ്റ് ഇസ് നോട്ട് നീറോ, ഇറ്റ്സ് നോട്ട് റോം. ഞാൻ നേരത്തെ പറഞ്ഞ റോം ഒരിക്കലും എനിക്ക് തോന്നുന്നു റോം ആയിരുന്നില്ല. റോമിൻ്റെ ഇടപെടൽ വെറും ലാസ്റ്റ് മൊമെൻറ്റിൽ, അതായത് AD 70 5 മാസമായിരുന്നു ഏറ്റവും കൂടുതൽ ഇവരെ ഉപദ്രവിച്ചത്. അതിനു മുമ്പ് വരെ റോം കൊലപാതകം നടത്തിയില്ല. അവിടെ നടന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കൊലയ്ക്ക് ഉത്തരവാദികൾ വാസ്തവത്തിൽ ആദ്യ സമയങ്ങളിലെല്ലാം സെലസ് മൂവ്മെൻ്റ് ആയിരുന്നു. അവരുടെ തന്നെ മാംസത്തെ തിന്നുന്ന, തങ്ങളെ തന്നെ തിന്നുന്നതായ വൈൽഡ് അനിമൽസ് ആയിരുന്നു ഈ സെലസ് മൂവ്മെൻറ്റ്സ്. സോ ഈ ഒരു ചിന്തയോടുകൂടെ നമ്മൾ മുമ്പോട്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, ഈ മൃഗം എന്ന് പറയുന്നത്, ഈ മഹാസർപ്പം എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ലൂസിഫർ, ഇസ് ജ്യൂസ്, ഇസ് എ റിലീജിയസ് പീപ്പിൾ, ഇസ് എ സിസ്റ്റം. സോ നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ ബോധ്യം, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സാത്താൻ എന്നൊരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞ ഉടനെ എന്നെ നിങ്ങളാരും കൊല്ലാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. സാത്താൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നരകമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സ്വർഗം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെ ആളുകൾ നമ്മളെക്കുറിച്ച് തെറ്റായിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ ആളുകൾ പറയുന്ന സാത്താൻ ഇല്ലെന്ന് ഞാൻ 100% വിശ്വസിക്കുകയാണ്. 100% വിശ്വസിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. ഇവിടെ യഹൂദന്റെ ഇടയിൽ നിന്ന് ഉരുവായി വന്ന സെലറ്റ്സ്, ദേ വേർ ദ ബീസ്റ്റ്. ഈ ബീസ്റ്റിനെ കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കും. ഞാൻ കൂടുതൽ ഇന്ന് മുമ്പോട്ട് പോകുന്നില്ല, എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുകയാണ്. ഇതൊരു ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്. കാരണം നാളെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയം കളയണ്ടല്ലോ. ഡയറക്റ്റ്ലി വി ക്യാൻ എൻ്റർ ഇൻ ടു ദ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ദ ബുക്ക് ഓഫ് അപ്പം ഒരുപാട് ഏരിയയിലൂടെ നമ്മൾ പോകും. ദൈവം അനുവദിക്കുന്ന വർഷം ആരൊക്കെയായിരുന്നു ഈ കൊമ്പുകൾ, എന്തൊക്കെയായിരുന്നു ഈ മലകൾ. റോമാണ് 7 മലകൾ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ യെരുശലേം 7 മലകളുടെ മുകളിലാണെന്ന്. ഈ കൊമ്പുകൾ ഏതാണ്, ഈ 10 രാജാക്കന്മാർ ഏതാണ്, വമ്പ് പറഞ്ഞത് ആരാണ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കാം. നിങ്ങൾക്കിത് അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ഈ പഠനങ്ങൾ തുടർന്ന് നിങ്ങൾ കേൾക്കുക. ഇത് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് തരാം, കഴിയുമെങ്കിൽ ആൻസർ തരാം. എല്ലാം അറിയാവുന്ന ഒരാളായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. നിങ്ങളും പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു. ആഗ്രഹം പറയാം, കർത്താവിൻ്റെ രാജ്യത്തെ പ്രഘോഷിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേക്കണം. നമുക്ക് ആനയോളം വാ തുറക്കാൻ അണ്ണാന് പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ബഹുസഹസ്രം ജനം ഒരു പക്ഷത്താണ് നിൽക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ ലെറ്റ് സ്റ്റാൻഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ രാജ്യമാണ്. നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ രാജ്യം മാത്രം, മതമല്ല നമ്മുടെ ലക്ഷ്യം, അവിടുത്തെ രാജ്യമാണ്. ഈ റെവലേഷനിലേക്ക് പോകണം. കർത്താവ് വന്നത് രാജ്യം സ്ഥാപിക്കാനാണ്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് രാജ്യം സ്ഥാപിക്കാനാണ്. എവ്രിതിങ് ഹാപ്പൻഡ് ബിക്കോസ് ഇത് യേശു വന്നതും പ്രസംഗിച്ചതും ആ മൂല്യവും സഭയുടെ ലക്ഷ്യവും എക്ലീഷ്യയുടെ പേർപ്പസും എല്ലാം ദൈവരാജ്യമാണ്. ഈ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൾച്ചർ നമുക്കുണ്ടാക്കാം. ഇത് പഠിക്കുക മാത്രമല്ല, ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവിക രാജ്യത്തിൻ്റെ കൾച്ചറിൽ പോകാം.
കർത്താവിൻ്റെ മഹിമയെ നമുക്ക് ലോകത്തിൽ വെളിപ്പെടുത്താം. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ഒരു മീഡിയയിലൂടെ ശുശ്രൂഷിക്കാൻ എനിക്ക് ലഭിച്ച അവസരം കർത്താവ് തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ലഭിച്ചതൊന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ കൈമാറാൻ പറ്റി എന്നാണ് എൻ്റെ ധാരണ. എല്ലാം പറഞ്ഞിട്ടില്ല, എല്ലാം പറയാൻ പറ്റിയിട്ടില്ല. പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചിട്ടില്ല. കൂടുതൽ പഠനങ്ങളിലേക്ക് നിങ്ങൾക്ക് വിരൽ ചൂണ്ടാൻ, നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റാൻ, അറ്റ്ലീസ്റ്റ് നമ്മുടെ പഴയ മതചിന്തകളിൽ നിന്ന് നിങ്ങളെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പൊടിയൊക്കെ ഒന്ന് തട്ടി ഒരു പുതുമയിലേക്ക് നടത്താൻ ഈ പഠനങ്ങൾ ഉതകുന്നു എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സർവ്വശക്തിയുള്ള ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കൃപയിലും സമാധാനത്തിലും സൂക്ഷിക്കട്ടെ. നാളെ നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ, കർത്താവ് കൃപ ചെയ്യുന്നെങ്കിൽ നാളെ നമുക്ക് ഇതിൻ്റെ തുടർ പഠനത്തിലേക്ക് പോകാം. അതുവരെ ദൈവത്തോട് ചേർന്ന് നമുക്ക് സമയം ചെലവിടാം. രാത്രികളിൽ സമയം കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ മണിക്കൂറുകൾ നമുക്ക് സമയം പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവിടാം, ആരാധിക്കാൻ സമയം ചെലവിടാം. യേശുവിനെ നമുക്ക് ഓർക്കാം, കർത്താവിൻ്റെ ഫാനായിട്ട് ജീവിക്കാം, ക്രൈസ്റ്റിനെ നമുക്ക് ഉയർത്താം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ജോൺ ജെയിംസ്, ദ ബീസ്റ്റ് റൈസിങ് ഫ്രം ദ സീ ഈസ് ദ ആൻറ്റി ക്രൈസ്റ്റ്. നോക്കിക്കോട്ടെ, ഹി റൈസ് ഫ്രം പീപ്പിൾ. ഈ ഞാനൊരു മറുപടി കൊടുത്തോളാം. ജോൺ ജെയിംസെ, നമ്മുടെ ജോൺ ആരാന്ന് എനിക്കറിയത്തില്ല, മനസ്സിലായില്ല. സിയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആൻറ്റി ക്രൈസ്റ്റ് അല്ല. ആൻറ്റി ക്രൈസ്റ്റ് എന്നൊരു പേഴ്സൺ വെളിപ്പാട് പുസ്തകത്തിൽ ഇല്ല. നമ്മൾ ആവശ്യമില്ലാത്ത ഒരിക്കലും ഫിക്സ് ആകാൻ പറ്റാത്ത ഒരു പസിലാണത്. അതിനെ കൊണ്ടുവന്ന് നമുക്ക് വെളിപ്പാടിൽ എങ്ങും ഫിറ്റ് ചെയ്യരുത്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന മോഡ് തന്നെ ഒരിക്കലും ബീസ്റ്റിൻ്റെ മോഡല്ല. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിൻ്റെ ബോഡിയിലി മാനിഫെസ്റ്റേഷന് എതിരായിട്ട് നിൽക്കുന്ന ആളാണ്. ബോഡിലി മാനിഫെസ്റ്റേഷൻ, അതായത് അവൻ ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ആ സ്പിരിറ്റാണ് ആൻറ്റി ക്രൈസ്റ്റ്. അല്ലാതെ വെളിപ്പാട് പുസ്തകത്തിൽ ആൻറ്റി ക്രൈസ്റ്റ് ഇല്ല, ആ വേർഡില്ല. ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള കൃത്യമായ പഠനം ഞാൻ പറഞ്ഞാൽ എനിക്കതിന് ടൈമില്ല ഇപ്പോൾ. ഞാൻ ഓൾറെഡി ഇസ് ദെയർ ഇൻ അവർ, എനിക്കൊന്ന് യൂട്യൂബിലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ പോയി നോക്കുക, അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്കത് ലഭിക്കും. അവിടെ കൃത്യമായിട്ട് അത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആൻറ്റി ക്രിസ്തു എന്താണെന്ന്, മർമ്മം മഹതിയാം ബാബിലോൺ എന്താണെന്ന്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്താണെന്ന്, പിന്നെ എന്തോ പറയുന്നത് വേറെ അധർമ്മമൂർത്തി ആരാണെന്ന്, ഇങ്ങനെയുള്ള വലിയ പഠനങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ആ ഭാഗങ്ങൾ ഇനി പോകാൻ പറ്റില്ല നമുക്ക്. ഇത് കോമൺ ആയിട്ട് ആളുകൾ പഠിച്ചു വെച്ചേക്കുന്നതാണ്. അന്തിക്രിസ്തു ഇങ്ങനെ കയറി വരാൻ പോകും. ഇതൊക്കെ വെറും സ്റ്റുപ്പിഡാണ്, ഞാൻ അങ്ങനെ പറയും. വെറും വൃത്തികെട്ട പ്രയോജനരഹിതമായിട്ടുള്ള പഠനങ്ങളാണ്. ഇത് കളഞ്ഞിട്ട് പോകണം. ഇതുപോലുള്ളൊരു മോഡേൺ ലോകത്ത് മനുഷ്യൻ തന്നെ നല്ലവനാകാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ നശിക്കുകയാണ്. സദ്വർത്തമാനം പ്രസംഗിക്കുന്നവരുടെ കയ്യിൽ ഈ തോട്ടിപ്പണിക്കാരൻ നെയ്യപ്പം വിൽക്കരുത്. ഇതിപ്പോൾ തോട്ടിപ്പണക്കാരൻ്റെ നെയ്യപ്പം വിൽപ്പനയാണ്. ഈ ആൻറ്റി ക്രൈസ്റ്റും സുവിശേഷം തമ്മിൽ എന്ത് ബന്ധം? മത്തിക്കറിയും അലുവയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മത്തിക്കറിയും അലുവയും ബന്ധമില്ല. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേന എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലങ്ങളിലെ വിക്കഡായിട്ടുള്ള ആർമി എന്ന് പറഞ്ഞാൽ ഈസ് ടോക്കിംഗ് അബൌട്ട് ഇവരിരുന്നത് ബ്രദറെ, ഈ ഉയർന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്വർലോകം എന്ന് പറഞ്ഞാൽ ഉടനെ സ്വർഗമെന്നല്ല, ഹയർ പ്ലേസസിൽ ഇരിക്കുന്ന റൂളേഴ്സിനെയാണ് പറയുന്നത്, വിക്കഡ് പീപ്പിളിനെയാണ് പറയുന്നത്. അപ്പം നമ്മൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നതല്ലേ നമ്മളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത് നമ്മൾ സ്വർഗ്ഗത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ പൊസിഷനിൽ ഹയർ പൊസിഷനാണ്. സി ഉണ്ട്, നിശ്ചയമായിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ ജനസമുദ്രം എന്നാണ്, ജാതികളുടെ ഇടയിൽ നിന്നാണ്. 100% ജാതികളുടെ ഇടയിൽ നിന്നാണ് വന്നത്. ജാതി എന്ന് പറയുന്നത്, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ ലാൻഡ് ആൻഡ് സീ ഉണ്ട്. ലാൻഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഇസ്രായേൽ ആൻഡ് സീ ഈസ് ടോക്കിംഗ് അബൌട്ട് ജെൻഡൈൽസ്. ഇവിടെ ജെൻഡൈൽസ് എന്ന് പറയുന്നത്, ഞാനത് 2 ക്ലാസ്സിന് മുമ്പ് പറഞ്ഞു. ജെൻഡൈൽസ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ പകുതി ഗോത്ര, അതായത് 2 ഹൗസസ് ഉണ്ട്. ഹൗസ് ഓഫ് ജൂഡായും ഹൗസ് ഓഫ് എഫ്രീമും, അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഇസ്രായേലും. ഇസ്രായേൽ ഗ്രഹത്തെയാണ് ജാതികൾ എന്ന് പറയുന്നത്. ആ ജാതികളുടെ ഇടയിൽ നിന്നാണ് ഈ സെലർസ് മൂവ്മെന്റ് ഉണ്ടായി വന്നത്. അവർ ഗലീലായിൽ നിന്ന് വന്നവരാണ്, ഇഡൂമിയൻസാണ്. അതാണ് അവരെ സിയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞത്. അല്ലാതെ ജാതികളുടെ നിന്ന് ലോകത്തിൽ നിന്ന് ഒന്നും ഇറങ്ങത്തില്ല. കാരണം ദൈവ പദ്ധതിക്കകത്ത് ബാക്കിയുള്ള ഒരാളുകളും എതിരാളികളല്ല. അത് ആദ്യം മനസ്സിലാക്കണം.
കാരണം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ഇസ്രായേലിനോട് മാത്രമാണ് ഉടമ്പടി ചെയ്തത്. ഉടമ്പടി അവരോട് മാത്രമേ ഉള്ളൂ, അവരോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. ജാതികൾക്ക് മറ്റിതര വിഭാഗക്കാർക്ക് എല്ലാവർക്കും ബ്ലെസ്സിങ്സ് മാത്രമേ ആ കവനന്റിലുള്ളൂ. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി, അതായത് യേശുക്രിസ്തു മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. നമുക്ക് ഇന്ത്യയിൽ, ആഫ്രിക്ക, ഈ റഷ്യ, ലോകത്ത് ഏത് രാജ്യം ആയിക്കോട്ടെ, അവർക്കെല്ലാം ബ്ലെസ്സിങ്സ് മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അത് മനസ്സിലാക്കണം, ബ്ലെസ്സിങ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവരുടെ പുറത്ത് ന്യായവിധി പ്രഡിക്റ്റഡ് അല്ല. ന്യായവിധി പ്രഡിക്റ്റഡ് ആയത് ഉടമ്പടി തെറ്റിച്ച യഹൂദനോടാണ്. നമുക്ക് ഒറ്റ ആ ഉടമ്പടിക്ക്, അതായത് ഏബ്രഹാമിക് കവനന്റിനകത്ത് ഒരു ടേംസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ളതാണ്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതി അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിൻ്റെ പാത്രരാണ് നമ്മൾ. നമുക്ക് ബ്ലെസ്സിങ്സ് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം. ദിസ് വിൽ ബി ദ വേ, ദ ലാംബ് വിൽ ട്രയംഫ് ഓവർ. നിശ്ചയമായിട്ടും അങ്ങനെ. ലാംബ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവർ ഈ മൃഗം കർത്താവിൻ്റെ സഭയ്ക്ക് വിരുദ്ധമായിട്ട് വന്നിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിരുന്നു യഹൂദന്മാരാൽ. ഈ മൃഗത്താൽ തന്നെയാണ് കൊല്ലപ്പെട്ടത്. അവസാനം കർത്താവ് ഇവരെ കൊന്നുകളഞ്ഞൊരു വാക്യമുണ്ടല്ലോ. അപ്പം നമ്മളിനി ഈ കർത്താവ് ഒന്നും കൊന്നില്ല. ദൈവത്തിൻ്റെ പക്ഷത്ത് അവിടെ നിൽക്കുന്നത് റോമാണ്. ഇത് സംശയമുള്ളവർ, നമ്മൾ ബാബിലോണിൻ്റെ സാമ്രാജ്യത്തെ കുറിച്ച്, ബാബിലോണിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ് നെബുക്കദ്നേസർ എൻ്റെ ദാസൻ എന്ന് പറയുന്നുണ്ട്. നെബുക്കദ്നേസർ എൻ്റെ ദാസൻ. അപ്പോൾ ബാബേൽ രാജാവിനെ ദൈവം തൻ്റെ ദാസനായിട്ട് വെച്ച് ഇസ്രായേലിന് 2 കൊടുത്ത. അപ്പോൾ ബാബേൽ വന്നിട്ട് ഇവരെ അടിച്ചപ്പോൾ യഹോവ വന്ന് അവരെ അറ്റാക്ക് ചെയ്തെന്നായി. ഇപ്പം കുഞ്ഞാട് ഇവരെ നശിപ്പിച്ചെന്ന് പറയുമ്പോൾ യേശു വന്നവരെ കൊന്നല്ല, കുഞ്ഞാട് അയച്ച റോമാണ് ഇവരെ വന്ന് നശിപ്പിക്കുന്നത്. അതായത് ശ്രദ്ധിക്കുക, ബീസ്റ്റ്, ഞാനിത് പിന്നെ പഠിപ്പിക്കുന്നുണ്ട്, ബീസ്റ്റ് അല്ലെങ്കിൽ ഈ സെലസ് മൂവ്മെൻറ്റ്സിലെ ആളുകളാണ് ഒരുപാട് സാധാരണക്കാരെ കൊന്നത്. പക്ഷേ ഈ സെലസ് മൂവ്മെൻറ്റ്സിനെയും അതിൻ്റെ ആളുകളെയും കൊന്നത് റോമാണ്. അതാണ് അതിൻ്റെ ട്രൂത്ത്. ആ റോമിൻ്റെ ആ വരവ് ക്രൈസ്റ്റിൻ്റെ വരവിന് തുല്യം, അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെ ഓർഡൈൻഡാണ്, അലൗഡാണ്, പെർമിറ്റഡാണ്. അതായത് ബാബിലോൺ എങ്ങനെയാണോ നെബൂഖദ്നേസർ യഹോവയുടെ ദാസൻ എന്ന് പറയുന്നെങ്കിൽ, കോരശ് എൻ്റെ ദാസൻ എന്ന് പറയുന്നുണ്ട്. കോരശ് ആരാ? ദൈവത്തിൻ്റെ ദാസനാണ്, അപ്പോസ്തലനാണ്, ഏതോ ഒരു അന്യജാതിക്കാരനാണ്. ദൈവം തൻ്റെ ഹിതം ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നോ, അല്ലെങ്കിൽ ദൈവ പദ്ധതിക്ക് വേണ്ടി ആര് നിൽക്കുന്നോ അവരെ അവൻ ദാസനാണ് കാണുക. അതിനെല്ലാം എക്സ്പ്ലനേഷൻ ഉണ്ട് ബ്രദർ. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ബേസിക്കായിട്ട് നമ്മൾ ആരംഭം ഇത് പഠിച്ചു പോകുമ്പോൾ തന്നെ ബാക്കിയുള്ള 13 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. കാരണം അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ അതിനകത്ത് 7, 9, 10, 9 എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ആ മെയിൻ തീമിനെ എടുത്തിട്ട് ഇത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നും നിങ്ങൾക്കില്ലെന്ന് തോന്നുന്നു. എന്തോ ഇട്ടേക്ക് നോക്കട്ടെ. സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് വുഡ് നോട്ട് ബിലീവ്. ദാറ്റ് ഇസ് ട്രൂ. അതായത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്ത സ്പിരിറ്റിനെയാണ് ആൻറ്റി ക്രൈസ്റ്റ്. ആ സ്പിരിറ്റ് ഇപ്പോഴും ഉണ്ട്. ആൻറ്റി ക്രൈസ്റ്റ് എപ്പോഴും ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിലുള്ളത് ആ കക്ഷിയെ തീർത്തതാണ്. അപ്പോൾ അതൊരു നമ്മൾ പറഞ്ഞ പോലെ അതൊരു ഗ്രാഫിക്സ്, അത് നമ്മൾ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൺ. നല്ലതേ വരത്തുള്ളൂ. നമ്മൾ നല്ലതേ വരും എന്നുള്ള ചിന്തയിൽ വിശ്വസിക്കും. ഒരു ഗുഡ് ന്യൂസ് പ്രസംഗിക്കേണ്ടവരാണ് നമ്മൾ. നിശ്ചയമായിട്ടുമാണ് വേരിയബിൾസ്, ഈ ഇക്വേഷൻ എല്ലാത്തിനെയും തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് മെയിൻ കഥാപാത്രത്തെ എടുക്കുകയാണ്. കാരണം ഇതിനകത്ത് രണ്ടാമതൊരു കഥാപാത്രമുണ്ട്, ഇസ്രായേലാണ്, കള്ളപ്രവാചകൻ. ഈ കള്ളപ്രവാചകൻ ഇതെല്ലാം ഇവരുടെ മിക്സ് തന്നെ, ഇവരുടെ ഗ്രൂപ്പ് തന്നെയാണ്. ഇതിനകത്ത് റോം എന്നൊരു സംഭവത്തെ നമ്മൾ കൊണ്ടുവരണ്ട. റോം എന്നൊരു സംഭവം ലാസ്റ്റ് മൊമെൻറ്റിലാണ് വന്നത്. അത് കുഞ്ഞാടിൻ്റെ അവരെ കത്തിച്ചു എന്ന് പറഞ്ഞില്ലേ, കുഞ്ഞാട് അവരെ ആ സമയത്താണ് റോമിനെ നമ്മൾ കാണുന്നത്. അതായത് ദൈവത്തിന് പകരമായിട്ട് നിന്ന് ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ ആ ബീസ്റ്റിനെയാണ് കാണുന്നത്. ബീസ്റ്റാണ്. അപ്പോൾ ബീസ്റ്റിനെ നമസ്കരിക്കാത്തവനെ ആ ബീസ്റ്റിൻ്റെ മുദ്രയാണ്. അപ്പം ഇസ്രായേലിൻ്റെ മുദ്രയാണ്. അല്ലാതെ ഈ 666 സംഭവങ്ങളൊന്നും അല്ല. ഇതൊക്കെ ചുമ്മാതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാണാം വാക്സിനേഷന് വേണ്ടി വല്ല ചിപ്പിടാനായിട്ട് നിങ്ങൾ കൈ നീട്ടി കൊടുക്കണം, പേടിക്കണ്ട. അത് ഒരിക്കലും അതും വെളിപ്പാട് പുസ്തകത്തിലെ മുദ്രയായിട്ടൊന്നും ബന്ധമില്ല. നിങ്ങൾക്കറിയാമോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം പോയി കൈ നീട്ടാൻ പോകുന്ന ഈ പാസ്റ്റർമാർ തന്നെ ആയിരിക്കും. അവർ തന്നെ പോയി പറയാം ആദ്യം അതിനടുത്ത് പോകാനുള്ളതാണ്. അതേസമയം പറയാം, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഇങ്ങനെ ചിപ്പിട്ടിട്ട് അത് വാക്സിനേഷനാണ്, അത് ID 2020 ആണ്, ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇനി വിദേശയാത്ര പോകാൻ പറ്റൂ എന്ന് ഒന്ന് പറഞ്ഞു നോക്കും. ആദ്യം പോയി ക്യൂവിൽ നിൽക്കുന്ന എല്ലാം ഈ പാസ്റ്റർമാരായിരിക്കും.
വിശ്വാസികളൊക്കെ അവസാനം മിക്കവാറും ചില വിശ്വാസികൾ പോകത്തില്ല. അപ്പോൾ ഈ ബീസ്റ്റിൻ്റെ 600 ഇതൊന്നും ഇതിനകത്ത് ഭയം വേണ്ട. നമ്മൾ ഹൊറർ തിയോളജി സ്വതന്ത്രമാണ്. ട്രാക്കുള സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെ യോഗങ്ങൾ കാണുന്നു. ദയവായിട്ട് നിങ്ങളുടെ സമയങ്ങളിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളാണ്. വി ആർ സൺസ് ഓഫ് ഗോഡാണ്, പുത്രന്മാരാണ്. നമ്മൾ പ്രപഞ്ചത്തെ മാറ്റാൻ വന്നവരാണ്, സാഹചര്യങ്ങളെ മാറ്റേണ്ടവരാണ്. ഇന്നത്തെ സാഹചര്യം മാറ്റേണ്ടത് ദൈവസഭ കാരണമാണ്. പക്ഷേ സഭ ഇന്ന് ഉറക്കം തൂങ്ങിയിരിക്കുക. ഇപ്പോൾ രോഗശാന്തിക്കെതിരെ നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ ഞാനിതൊരു വാക്ക് പറയാം. ഇവിടെ രോഗശാന്തി എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു പ്രൊഫഷനല്ല. രോഗശാന്തി പ്രൊഫഷൻ ആവരുത്. ഇവിടെ ഒത്തിരി ആളുകൾ പ്രൊഫഷനാണ്. മീറ്റിങ്ങിൻ്റെ സമാപനം രോഗശാന്തി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അമാർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥ രോഗശാന്തിക്കാർക്ക് ഈ കൊറോണ കാലത്തും രോഗശാന്തി ചെയ്യാൻ പറ്റും. രോഗശാന്തിയുടെ ബിസിനസ്സുകാർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയത് എന്തിനാണ്? ദൈവരാജ്യത്തിൻ്റെ ബേസിലാണ്. നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ. എന്തിനാ അത് പറഞ്ഞു? എൻ്റെ രാജ്യം ഉള്ളിടത്ത് രോഗം പാടില്ലെന്നാ. അപ്പം രാജ്യം എന്ന ആ ഫ്രെയിം ഉണ്ടെങ്കിലേ രോഗശാന്തി വർക്കൗട്ട് ആവത്തുള്ളൂ, അല്ലെ രോഗശാന്തി പ്രയോജനമുള്ളൂ. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ബേസിലാണ് രോഗശാന്തി നടത്തേണ്ടത്. കിങ്ഡത്തിൻ്റെ റിസൾട്ടാണ് രോഗശാന്തി. അപ്പം ഞാൻ ഈ പറയുന്ന നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഒരു സിറ്റിസൺ ആണോ? നിങ്ങളുടെ കരങ്ങളിലൂടെ സൗഖ്യമാകുന്ന രോഗശാന്തി എന്നാ ചെയ്യുന്നറിയുമോ? രാജാവിൻ്റെ പ്രജകളിൽ ഒരാൾ രോഗിയായിട്ടിരിക്കുന്നത് രാജാവിന് അപമാനമാണ്. രാജാവിൻ്റെ പ്രജകളിൽ ഒരുവൻ പൊട്ടക്കണ്ണനായിട്ടിരിക്കുന്നത് രാജാവിന് അപമാനമായതുകൊണ്ടാണ് യെരിഹോവിലെ പൊട്ടക്കണ്ണനെ സൗഖ്യം കൊടുത്തത്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഇന്ന് എൻ്റെ യോഗത്തിന് ഒരാൾ സൗഖ്യമാകണം അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ആ ചിന്ത വേണ്ട. നമുക്ക് രോഗശാന്തി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത് കിങ്ഡത്തിൻ്റെ വർക്കായിട്ട് ഇതിനെ കാണും. കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് ഒരാൾ രോഗിയാകാൻ പാടില്ല, അതുകൊണ്ട് എല്ലാവരും സൗഖ്യമാവട്ടെ. ആ ചിന്ത വേണം. അല്ലാതെ ഞാൻ രോഗശാന്തിക്കാരനാണ്, അത് നാട്ടുകാരറിയണം, അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് ഫേമസ് ആകണം, ഇതൊന്നും കൊണ്ടൊന്നും അത് ചെയ്യരുത്. മരിച്ചവരെ വരെ ഉയർപ്പിക്കാനാണ് വാക്യം എഴുതിയിരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? മരണം പോലും എൻ്റെ രാജ്യത്തിൽ പാടില്ലെന്ന്. അത്ര സീരിയസ് ആണ് ദൈവം. നമുക്ക് രോഗശാന്തി തുടങ്ങിയില്ല, ഇനിയിപ്പോൾ നമ്മൾ അതിനുവേണ്ടി സ്പെഷ്യലിസ്റ്റ് ആളുകൾ നിൽക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കിങ്ഡത്തിൻ്റെ ബേസിൽ ഇതെല്ലാം കാണാൻ പഠിക്കും. അപ്പം രോഗശാന്തി ദൈവരാജ്യത്തിൻ്റെ ബേസിലാണ്, ഗിവിങ് ദൈവരാജ്യത്തിൻ്റെ ബേസിലാണ്, പ്രസംഗം ദൈവരാജ്യത്തിൻ്റെ ബേസിലാണ്, ബിൽഡ് ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ ബേസാണ്, ലീഡർഷിപ്പ് ദൈവരാജ്യത്തിൻ്റെ ബേസ്. വാട്ട് എവർ ദ തിങ്സ് യു ആർ ഡൂയിങ്, ഡു ഇറ്റ് ഇൻ ദ കിങ്ഡം ബേസ്. അതിന് മീനിങ് ഉള്ളൂ, അല്ലാത്തതിന് മീനിങ് ഇല്ല. ഞാൻ ദൈവരാജ്യത്തിൻ്റെ ബേസിൽ കൊടുക്കുന്ന ആളാണ്. ഞാൻ വാങ്ങുന്ന ആൾ മാത്രമല്ല, കൊടുക്കാൻ പഠിക്കുന്ന ആളാണ്, കൊടുക്കാൻ പഠിപ്പിക്കുന്ന ആളാണ്. ഞാനിത് പഠിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാം എനിക്ക് തരാനല്ല പറയുന്നത്. കാരണം കിങ്ഡത്തിൻ്റെ ബേസിലാണ്. ഈ ഒരു വെറിയാണ് നമുക്കുണ്ടാകേണ്ടത്. ദിസ് ഇസ് ദ കിങ്ഡം ഇവിടെ ഉണ്ട്, ദൈവരാജ്യം ഇവിടെ ഉണ്ട്. സർ, ഒറ്റ ഒരാളും രോഗിയായിട്ടിരിക്കാൻ പാടില്ല എന്ന വലിയ വൈരാഗ്യമാണ് നമുക്ക് വേണ്ടത്, വാശിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ വാശിയോടെ എഴുന്നേക്കണം. അല്ലാതെ ഇത് നമ്മുടെ പ്രൊഫഷനാണ്, ഐ എം ഡൂയിങ് സം ഹീലിംഗ് മിനിസ്ട്രി, ഇതല്ല. ബി എ കിങ്ഡം സിറ്റിസൺ. ഞാൻ ഈ പറയുന്ന നിങ്ങളിൽ ഓരോരുത്തരും ആ അധികാരം വെളിപ്പെടും. ഞാൻ വെറുതെ ഇവിടെ ലൈവ് നടത്തി എൻ്റെ കുറച്ച് അറിവ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ തല വലുതാക്കാൻ വേണ്ടിയല്ല. നിങ്ങളിലൂടെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഈ റവലേഷനോടെ പോയി നീ രോഗിയുടെ പുറത്ത് കൈവെക്കണം. നിൻ്റെ ഹാർട്ട് എന്തായിരിക്കണം അറിയുമോ? എൻ്റെ യേശു ഭരിക്കുന്ന രാജ്യത്ത് രോഗി പാടില്ല, ഇതായിരിക്കണം നിൻ്റെ വാശി. എൻ്റെ യേശു വസിക്കുന്ന മന്ദിരം ബലഹീനമായിട്ടിരിക്കാൻ പാടില്ല, ഇത് വാശിയായിരിക്കണം. ഈ റവലേഷനോടാണ് പോകേണ്ടത്. അല്ലാതെ ഇന്ന് ഞാൻ പോയി കൈവെക്കാൻ പോവോ, ഇന്ന് കർത്താവ് എന്തെങ്കിലും ചെയ്യും, ചെയ്തേ പറ്റൂ, ഇതൊന്നും അല്ല. നമ്മുടെ കോൺസെപ്റ്റ് മാറണം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം. ഞാനിത് വളരെ വേദനയോടെ പറഞ്ഞു. കാരണം എല്ലാവരും വൈരുദ്ധ്യമായിട്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ദൈവദാസന്മാർ, വലിയ അറിവുള്ളവർ, സോ എവേ ഫ്രം, എവിടെയോ ദൂരേക്ക് പോയി കഴിഞ്ഞു. നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാം. പ്രശ്നങ്ങളും, അത് പൗലോസൊക്കെ പ്രതിസന്ധി, പ്രശ്നം, പട്ടിണി ഇതൊക്കെ വന്നിട്ട് പുള്ളി സ്ട്രോങ് ആണ്. വൈ? ഹി നോസ് ദാറ്റ് ഹി വാസ് ദ കിങ്ഡം സിറ്റിസൺ. അതായത് മിഷൻ കറക്റ്റാണ്. സോ ഐ സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്സ് കിങ്ഡം. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം തീരുമ്പോഴൊക്കെ ദൈവരാജ്യം നിങ്ങളിൽ വെളിപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും.
നിങ്ങൾ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാവും. പക്ഷേ നിങ്ങൾ സൗഖ്യമാകുമ്പോൾ ഹീലിംഗ് ഒന്നുമല്ല. നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം, മൈ ഡാഡി ഈസ് ദ കിങ്, ദിസ് ഈസ് ദ കിങ്ഡം, സോ നോബഡി ഷുഡ് ബി ദെയർ ആസ് എ വീക്ക്, സോ ഐ നീഡ് ടു ഗോ ആൻഡ് റെസ്റ്റോർ ദം. എനിക്ക് പോയി അവരെ റെസ്റ്റോർ ചെയ്യണം എൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ മുമ്പിൽ മുടന്തം പട്ടിക്ക് കാല് സൗഖ്യമാകുക, മുടന്തം പട്ടി സൗഖ്യമാകുക, പട്ടിക്ക് വരെ രോഗശാന്തി വരിക അവർക്ക്. ഫ്രാൻസിസിനെ കണ്ട മുടന്തം ഏതോ കാലൊടിഞ്ഞ പട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തൂടെ പോയപ്പോൾ കാല് ശരിയായി. കാരണം രോഗശാന്തി കാരണം റെസ്റ്റോറേഷൻ, നമ്മൾ റെസ്റ്റോറേഷൻ ഇറങ്ങണം. ഫാമിലിയെ റെസ്റ്റോർ ചെയ്യാൻ, കുടുംബത്തെ റെസ്റ്റോർ ചെയ്യാൻ, സൊസൈറ്റിയെ റെസ്റ്റോർ ചെയ്യാൻ, രാജ്യത്തെ റെസ്റ്റോർ ചെയ്യാൻ, ജനങ്ങളെ റെസ്റ്റോർ ചെയ്യാൻ, അവരുടെ ആരോഗ്യത്തെ റെസ്റ്റോർ ചെയ്യാൻ. വി നീഡ് ടു നമ്മൾ എഴുന്നേറ്റേ പറ്റൂ. ദൈവരാജ്യത്തിൻ്റെ ഒരു ജനറേഷൻ എഴുന്നേൽക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരണം. ഞാൻ വലിയ സ്വപ്നം കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇത് കുറച്ച് പേരെ കാണുന്നുള്ളൂ, പക്ഷേ എനിക്ക് മോർ ദാൻ എനഫ്. കാരണം ജീസസിന് 12 പേരെ ഉള്ളായിരുന്നു. 12 പേര്. എൻ്റെ ലൈവിൽ 12 പേരുണ്ടെങ്കിൽ 12 പേർക്ക് വേണ്ടി മാത്രം ഞാൻ സംസാരിക്കും. മോർ ദാൻ എനഫ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതിൻ്റെ തുടർമാനമായ പഠനത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് തുടർന്നും യു ക്യാൻ കോൺടാക്ട് മീ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ ഒരു പ്രേരണ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്താം. പിതാവേ, ഞങ്ങൾ തിരുവെഴുത്തുകളെ പഠിക്കുകയായിരുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറച്ച് ശിശുക്കളായ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനായി സ്തോത്രം. എൻ്റെ കേൾവിക്കാരിൽ കർത്താവിൻ്റെ രാജ്യത്തെ സംബന്ധിച്ചതായ എരിവുള്ള ഒരു കൂട്ടം ആളുകൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ സന്ദേശം മുഖാന്തരം എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളിലൂടെ ദൈവരാജ്യം വെളിപ്പെടട്ടെ, മാനിഫെസ്റ്റ് ആകട്ടെ. കർത്താവ് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം, ചെയ്യുന്ന കഴിഞ്ഞതിനായി സ്തോത്രം. മിശിഹായുടെ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. God bless you.